കലൂർ സ്റ്റേഡിയത്തിൽ ഒരു ഭരതനാട്യത്തിൻ്റെ പരിപാടി അവതരിപ്പിച്ചിട്ട് ദിവ്യൗണ്ണി 12 ദിവ്യൗണ്ണിയുടെ കൂളിംഗ് ഗ്ലാസ് വെക്കാം, പവർ വരത്തുള്ളൂ. നീ ഇപ്പോൾ ഒന്നും നോക്കണ്ട, സെറ്റായി. എന്ത് അപ്പോൾ ഈ പരിപാടി 12,000 പേര് ഡാൻസ് കളിക്കുന്നു. ചിലരുടെ നിന്ന് 5,000 രൂപ മേടിച്ചു, 6,500 രൂപ മേടിച്ചു. പിന്നെ ചിലരുടെ നിന്ന് മേടിച്ചില്ല, 3,500 ആണ് മിനിമം വേണ്ടിയിരുന്നത്. അതിന് കുറച്ച് കൊടുത്ത് കാണാം. എന്തൊക്കെ പറഞ്ഞാലും കുറച്ചേറെ പൈസ ഈ വന്ന പിള്ളേരുടെ എല്ലാം കാശ് പിരിച്ച് ഒരു പരിപാടി അവതരിപ്പിച്ചിട്ട് ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് കൊടുത്തേക്കുന്നു. അല്ല, എൻ്റെ ജോലി ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് ഈ കരക്കാരിൽ നിന്ന് കാശ് മേടിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ആർക്കും മനസ്സിലാവാത്ത കാര്യം തന്നെയാണ്. അത് അവർക്കത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. വന്ന ആർക്കും മനസ്സിലായില്ല, അവസാനം എല്ലാവർക്കും അടുത്ത ദിവസം മനസ്സിലായത്. പിന്നെ അവർക്ക് ചിലപ്പോൾ ഈ ദിവ്യ ഉണ്ണിയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ചാരിതാർത്ഥ്യം. ദിവ്യ ഉണ്ണി ആരാ? ആരാ ഈ ദിവ്യ ഉണ്ണി? അതാ പറഞ്ഞത്, ദിവ്യ ഉണ്ണി ആരോ ആണെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവുന്നു ഇതിനകത്ത്. എടോ എന്നാലും അങ്ങനെയല്ലോ ഇത് വന്നത്. ദിവ്യ ഉണ്ണിയുടെ അപ്പോ ദിവ്യ ഉണ്ണി അല്ല ഇത് നടത്തിയത്. വേറൊരു ഇവന്റ് മാനേജ്മെന്റ് ടീം ആരൊക്കെയോ കൂടെ കൂടി ഇങ്ങനെ ഒരു ഇവന്റ് നടത്തിയിട്ട് 12,000 പേര് വരുമ്പോൾ ഒരു റെക്കോർഡ് ഉണ്ടാക്കാം. അപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡുകാരിങ്ങി പോകുന്നു. അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരിക്കുക. ആർക്കും വേണ്ട, ഇപ്പൊ ആർക്കും വേണ്ട. ഗിന്നസ് റെക്കോർഡ് എന്ന് പറഞ്ഞ സാധനം ആളുകൾക്ക് പൊതുവിൽ ഇപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വായത്തമാക്കി അല്ലെങ്കിൽ സ്വന്തമാക്കി എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ ന്യൂസിൽ പോലും കാണാറില്ല. അല്ല, അങ്ങനെ ഇല്ല, കഴിഞ്ഞു. അവരത് അവസാനിപ്പിച്ചു തോന്നുന്നു. അവരവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പൊ ആരാണ്ട് ബാക്കി ഇരിപ്പുണ്ട് ഓഫീസിലെ പണിയൊന്നും ഇല്ലാതെ. അപ്പൊ അവരിറങ്ങിയേക്കാം. ഇവരോട് കൂടി ഒരു സംഭവം അങ്ങ് ചെയ്തേക്കാം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. സത്യത്തിൽ ഉമാ തോമസ് അന്നും അവിടെ മറിഞ്ഞു വീണില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇത് ഇത്തിരി വാർത്തയാകും. ഇവന്മാർ ഒതുക്കത്തി തട്ടിപ്പ് നടത്തിയിട്ട് മുങ്ങിയേനെ. അതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ആത്മാവിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണല്ലോ. ഇപ്പോൾ ഉമാ തോമസൊക്കെ ആത്മാവിൽ വിശ്വാസമുള്ള ആളാണല്ലോ. കാരണം പുള്ളിക്കാച്ചി അതുകൊണ്ടാണ് ഈ ഭക്ഷണം വാങ്ങി പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഉരുട്ടി വെച്ചതൊക്കെ. അപ്പോൾ അങ്ങനെ അത് പുള്ളിക്കാരത്തി അങ്ങനെ വിശ്വാസമുള്ള ആളായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പി.ടി. തോമസ് ചിലപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടതായിരിക്കും. ഈ പുള്ളിക്കാരത്തിനെ ആ വിഷയത്തിൽ അവിടെ ഇങ്ങനെ വലിയൊരു സ്കാം നടക്കാണല്ലോ, ആത്മാവ് ഇടപെട്ട് ഈ പുള്ളിക്കാരത്തിനെ ചിലപ്പോൾ ഒന്ന് പുഷ് ചെയ്തതായിരിക്കുമോ, അത് പറയാൻ പറ്റത്തില്ല. ശരിയാ. പ്രത്യേകിച്ച് നമ്മൾ ഈ മലയാളികൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആത്മാവിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ടാണല്ലോ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയെ നിർത്തുമ്പോൾ അയാൾ ജയിക്കുന്നത്. ഭർത്താവിന്റെ പുറകിൽ ഭർത്താവ് ഉണ്ട്, ആത്മാവ് അവരെ പിന്താങ്ങുന്നുണ്ട്, എപ്പോഴും കൂടെ ഉണ്ട്. ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? ലോകത്ത് വേറെ എവിടെ നടക്കത്തില്ല, ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിലും ഈ പറയുന്ന മറ്റേ എനിക്ക് ഒന്ന് ഈ ആത്മാവ് മരണാനന്തര ജീവിതത്തിലൊക്കെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഈ ആത്മാവ് മിക്കവാറും അതിൽ ഇടപെട്ടായിരിക്കാം, തള്ളിയിട്ടതായിരിക്കും അല്ലേ? അങ്ങനെ എല്ലാവരും അറിയട്ടെ. അങ്ങനെ ഈ വിഷയം പുറത്തു വന്നു. അഴിമതിക്കെതിരെ ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ എന്നും പി.ടി. തോമസ് പ്രതികരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആത്മാവിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ശരിക്കും പറയുന്നതാണോ? അങ്ങനത്തെ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു, കൊള്ളാവുന്ന ഒരു മനുഷ്യൻ തന്നെ. അതായിരിക്കും പുറകിൽ നിന്ന് പതുക്കെ വേറെ ആരെയും ഉന്താതെ സ്വന്തം ഭാര്യയെ തന്നെ ഉന്തിയിട്ട് അങ്ങനെ ഈ സ്കാം പുറത്തു കൊണ്ടുവന്നു. അതും പി.ടി. ആണ്. അതെ. അപ്പൊ അടുത്ത ഇലക്ഷന് ആര് അവരുടെ കുടുംബത്തിൽ നിന്ന് ആര് എന്നാലും ജയിക്കും. കാരണം പുറയിലുണ്ട് ആള്, ഉണ്ട്. അപ്പൊ ഇതിനകത്ത് രസം എന്താ വെച്ചാല് ഇവന്മാർ ഇത് വലിയ പബ്ലിസിറ്റി കൊടുക്കാതൊക്കെ ചെയ്ത പരിപാടിയാണ്. അവിടെ നമ്മൾ എന്നും സ്റ്റേഡിയത്തിൽ പോയിട്ട് ആരും അറിഞ്ഞില്ല. അവിടെ നടന്ന ഒറ്റ അതും അറിഞ്ഞില്ല. ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വലിയൊരു ചടങ്ങ് ഭയങ്കര ഒതുക്കത്തി നടന്നെന്ന് പറഞ്ഞാല് ഇവിടെ എത്ര പേര് ഇതിനും പറഞ്ഞാന്നിത്. ഈ ഉമാ തോമസ് വീണില്ല എന്നേലും അപ്പോഴും അറിയത്തില്ല പലരും. ആരുടെ ശ്രദ്ധ കിട്ടാതെ പോവും. പോട്ടെ, ഇതിപ്പോ എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിപ്പോ ഒരു ഫുട്ബോൾ മാച്ച് ബെഡ്റൂമിൽ നടത്തിയെന്ന് പറഞ്ഞ പോലെ ഈ പരിപാടി അവതരിപ്പിച്ചേക്കണത്. അത് തന്നെ ആരും പറഞ്ഞില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡുകാരും പറഞ്ഞു കാണും, ആരോടും പറയണ്ട. കാരണം ഈ ദിവ്യ ഉണ്ണിക്ക് എന്തിനാ അവാർഡ് കൊടുക്കുന്നതെന്നുള്ളതല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി. ദിവ്യ ഉണ്ണിയെ ഈ ഇവന്റ് മാനേജ്മെന്റ് ടീമിന് അവാർഡ് കൊടുക്കണമെന്ന്. കാരണം ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുക്കണം. കാരണം ഇത്രയും വലിയൊരു ഇവന്റ് നടത്തിയെന്ന് പറഞ്ഞു. അല്ലാതെ അത് ഇവർക്ക് എന്താ റോളെന്നാ മനസ്സിലാകത്തത്? എനിക്ക് എന്തിനു മനസ്സിലാവും? ഗിന്നസ് റെക്കോർഡ് അല്ല, ഈ കാലഘട്ടത്തിൽ ഗിന്നസ് റെക്കോർഡൊക്കെ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരു പരിപാടി, അങ്ങനെ ഒരു പരിപാടി ലോകത്ത് എവിടെയും നടക്കാത്ത സമയത്ത് എല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് ഉള്ള ഗിന്നസ് റെക്കോർഡൊക്കെ കാണണ്ട. അപ്പൊ 10,000 എത്ര പേരാ?
എത്ര 12,000 പേര്. ഈ 12,000 കണക്കെന്താണാവോ? 15 ആക്കാറില്ല എന്നാ, അല്ലെങ്കിൽ റൗണ്ടായിട്ട് 10 ആക്കുക. പക്ഷേ നേരത്തെ എവിടെയോ ഒരെണ്ണം 10 നടന്നിട്ടുണ്ട് തമിഴ്നാട്ടിലെങ്ങാണ്ട് ഇതുപോലെ എന്തോ പരിപാടി നടത്തിയാൽ പോരാ. അല്ല അത് പോരാ, ഇവിടെ 12 വരെ കിട്ടിക്കാണ്. ഇവര് സെലക്ട് ഇങ്ങനെ തപ്പി എടുത്തായിരിക്കും, മനസ്സിലായി. ഇമാര് കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. എന്താണ് 12,000 പേര് എന്തായാലും അറിഞ്ഞിട്ടുണ്ട്, അവരുമായിട്ട് അടുത്തുള്ളവർ. കേരളത്തിലൊരു 12,000 പേരൊക്കെ അറിഞ്ഞൊരു കാര്യമേ, എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ അറിയാഞ്ഞത്? അതല്ലേ രസം ഇവിടെ. അത് പക്ഷേ വലിയ മീഡിയ അറ്റൻഷൻ കൊടുക്കാതെ ഇവർ നടത്തിയത്, അത്രയ്ക്ക് ഭയങ്കര വലിയ വാർത്തയാക്കും ഒന്നും ചെയ്തില്ല. ഇത് പെട്ടെന്നൊരു ഇവന്റ് നടക്കുന്നു. സോഷ്യൽ മീഡിയ മറ്റേ ചാനലുകാര് മറ്റൊരു ഓൺലൈൻ മീഡിയക്കാരൊക്കെ എവിടെ? അതെ, ശരിയാ. ബാലയുടെ വീട്ടിൽ പോയി ബാല വളിവിട്ട അതുപോലും എടുക്കുന്ന ആൾക്കാര് അവരാരും അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അത്ര വിശ്വസനീയമല്ല അതൊന്നും. അത് തന്നെ, അത് ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. പരാതിക്കാൻ കാശ് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോ. അല്ലല്ലോ, അവര് മാത്രം വന്നാൽ മതി എന്നായിരിക്കും പറഞ്ഞത്. മനസ്സിലായി, ഇതൊരു വേറെ രീതിയിൽ സെറ്റ് ചെയ്ത പരിപാടിയാണ്. പൊതുജനം വരണ്ട, മനസ്സിലായോ? ഇത് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതിനകത്ത് ആരും അറിയണ്ടെന്ന് തന്നെ ആയിരിക്കും വിചാരിച്ചത്. അങ്ങനെ അവനെ സാധ്യതയുള്ളൂ. പറഞ്ഞിട്ടുണ്ടാവും ഇതിങ്ങനെ വലിയ ന്യൂസ് ആക്കാനുള്ള ഉദ്ദേശത്തിലല്ലെന്നൊക്കെ പറഞ്ഞു ഇവരെ ധരിപ്പിച്ചാണ്. അഥവാ റെക്കോർഡ് നടക്കാതെ പോയിരുന്നെങ്കിൽ നാണക്കേടാവുമല്ലോ. ഈ 12,000 പേര് വന്നില്ലെങ്കിലോ വല്ല 2 പേര് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? പക്ഷെ അല്ല, ഓൺലൈൻ ചാനലുകൾക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇപ്പൊ നടന്നില്ലെങ്കിലും അവർക്ക് അത് എടുക്കും, നടന്ന അതും എടുക്കും. ഓൺലൈൻ ചാനലുകാരല്ല, നമ്മുടെ ചാനലുകാർ മൊത്തത്തിൽ നടന്ന അതും ന്യൂസ് ആക്കും. എല്ലാ ചാനലും ഈ ഓൺലൈൻ ചാനൽ എന്ന് പറയുന്നത് ഇപ്പൊ മറ്റേതൊക്കെ ഓൺലൈൻ ചാനൽ തന്നെയാണ്. റിപ്പോർട്ടറും 24 ഒക്കെ ഓൺലൈൻ ചാനൽ തന്നെയാണ്. അല്ലാതെ ഏഷ്യാനെറ്റും മംഗളവും മാനവരവും എല്ലാം ഓൺലൈനാണ്. ദേശാഭിമാനിക്കാണ് വലിയ ഏരിയ കിട്ടാതെ പോയത്. അത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, ഒരു സ്ഥലത്തും രക്ഷപ്പെടാതെ പോയത് ദേശാഭിമാനി മാത്രമേ ഉള്ളൂ. പോട്ടെ, അതെല്ലാം. അപ്പൊ ഇവരിങ്ങനെ ഈ ഓൺലൈനിൽ ഈ പരിപാടി ഇപ്പൊ നടന്ന് വിജയിച്ചാൽ അവര് അത് അങ്ങനെ ആഘോഷിക്കും. ഇനി പരാജയപ്പെട്ടോ അയ്യേ എന്ന് പറയും. അവിടെ പോയി നിന്നിട്ട് എന്താണോ ചിലപ്പോ ഉള്ളതും ഇല്ലാത്തൊക്കെ പറയും. എല്ലാരും ഒരേ സമയം പറയും സൂപ്പറാണെന്നും പറയും. അടുത്ത് ഇപ്പുറത്തോട്ട് മാറി എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു എന്നിട്ട് പറയും ക്യാമറമാൻ ഗണേഷിനൊപ്പം ഈ പരിപാടി വളരെ മോശമായിരുന്നു, ഇപ്പുറത്തോട്ട് ക്യാമറ സുരേഷിനോടൊപ്പം സൂപ്പർ പരിപാടിയാണ്. ഇത് പറയുന്നവന്മാരെ ഇപ്പൊ ബറോസൊക്കെ കണ്ടില്ലേ, വൻ ഹിറ്റാ. ആർക്കറിയാം. മറ്റേ ഇത് നമ്മൾ ഇന്നലെ ഐഫൽ ക്ലബ്ബ് കണ്ടപ്പോ എന്ത് നല്ല പടമാണ്, നൈസ് പടം, ഒരു കുഴപ്പമില്ല. വെറുതെ കണ്ടുകൊണ്ടിരുന്നൊക്കെ എൻ്റർടൈനിങ് ആണ്, ചിരിക്കാനുണ്ട്, നല്ല രസമുള്ള പരിപാടികൾ കാണാൻ പറ്റും. കുറച്ച് രസമുണ്ട് പടം, അത്രയൊക്കെ ഉള്ളൂ. വലിയ ആന പരിപാടിയൊന്നും ഇല്ല, ചെറിയൊരു പരിപാടിയിൽ ഒരു ബംഗ്ലാവും കുറച്ച് പറമ്പിനകത്തും പരിപാടി തീർത്തു. ഒരു കുഴപ്പമില്ല, രസമുണ്ട് കണ്ടിരിക്കാൻ. ഞാൻ ഈ സിനിമ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, മറ്റേ സമീർ താഹിറൊക്കെയാണോ അതിന്റെ പ്രൊഡക്ഷൻ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. മേ ബി അങ്ങനത്തെ ഈ സമീർ താഹിറിന്റെ ഒക്കെ പരിപാടിയാണ്. ഈ ചെറിയ ബഡ്ജറ്റിൽ കൊച്ചു സിനിമ ഭയങ്കര സ്കെയിലിൽ ഓടിപ്പിക്കാനുള്ള കൃഷി അറിയാം അവർക്ക്. മൊത്തത്തില് ചെറിയ ബഡ്ജറ്റിൽ പരിപാടി ചെയ്യാനും അറിയാം, മനസ്സിലാണ്ടോ? അപ്പൊ ആ സാധനം നോക്കി എന്താണ് ആ സിനിമയുടെ മൊത്തം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് സംഭവങ്ങൾ, കുറച്ച് പരിപാടിയേ ഉള്ളൂ. അതിന്റെ പിന്നെ ഷോട്ടുകൾ വെച്ചിട്ടാണ് അവിടുന്ന് വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷാർപ്പായി ഐബോളിംഗ് ടു ഈച്ച് അതർ, ഡയലോഗ്, കോമഡി പരിപാടിയേ ഉള്ളൂ. എന്തല്ലേ നിസ്സാരമായിട്ടൊരു പരിപാടി. ഇതാരെങ്കിലും ലാലേട്ടനൊന്ന് പറഞ്ഞു കൊടുക്കുമോ? അല്ല, അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. ബുദ്ധി വേണം, ഇത് ചെയ്യണേ മിനിമം ബുദ്ധിയുള്ളവർക്കേ പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ കുറെ കാശുണ്ടായിട്ടോ കുറെ സൗകര്യം ഉണ്ടായിട്ടോ ഒരു കാര്യമില്ല. ഇതങ്ങനെ ഒരു ഭയങ്കര സിനിമയാണെന്നൊന്നും പറയുന്നൊന്നുമില്ല, സാധാ പടം. ഇത് ചുമ്മാ തിയേറ്ററിൽ പോയി വെറുതെ കാണാം, ഒരു 2 മണിക്കൂർ പോയി കിട്ടും. നമ്മള് ഇപ്പൊ വേറെ കാര്യം പറയട്ടെ, എടോ ഇപ്പൊ ഒരു ഷോട്ട്, ഇപ്പൊ ഒരു എയിം ചെയ്യുന്ന സാധനത്തിന്റെ ഒക്കെ ഒരു ഷോട്ടൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾ എയിം ചെയ്യുന്നു, ഇയാളുടെ എക്സ്പ്രഷൻ, ഇയാൾ നോക്കുന്നു, ഈ സാധനമൊക്കെ എടുത്തു വെക്കുമ്പോ ഇതിനൊരു അല്പം കൂടിയാണ് നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. അതിന്റെ ഉള്ളിൽ നിൽക്കണത് നമുക്ക് ആ ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ ആ കറക്റ്റ് മീറ്ററിന്റെ ഉള്ളിൽ ആ സാധനം ഒഴിവാക്കിയാലാണ് അടുത്ത സീനിലോട്ട് പോയില്ലെങ്കിൽ പണി പാടും. അപ്പൊ ആ മീറ്റർ കറക്റ്റാ, ശരിയാ, അത് കൊള്ളാം. അതിനൊരു ബോധം വേണം. അതങ്ങനെ ചെയ്തു നോക്കിയാൽ ബോധം വേണം. അല്ലെങ്കിൽ മറ്റേതുപോലെ ഇപ്പോ കാളവണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, എന്നിട്ട് പറയാതെ മറ്റേ എഫക്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാ. നേരെന്നറിയോ, നിങ്ങൾക്ക് ആ കാളവണ്ടി യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായെന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ആ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ? ഇതൊന്ന് കുലുക്കിയും കൊടുക്കായിരുന്നു, അങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ട് ഇപ്പൊ. ഉണ്ട്. അയ്യോ, അപ്പൊ ഈ പറഞ്ഞ പരിപാടി ഇങ്ങനെ ഒതുക്കത്തിൽ അടിച്ചുകൊണ്ട് വന്ന് നോക്കിയെടുത്ത് പി.ടി. തോമസ് ഇടപെടുകയും അങ്ങനെ അതിനകത്തെ സ്കാം പൊളിക്കുകയും ചെയ്തു.
തുടർന്ന് ഇപ്പോൾ ഉമ തോമസ് ഗുരുതരാവസ്ഥയിലാണ്. അത്രയും വിചാരിച്ച് കാണത്തില്ല. ചെറുതായിട്ടൊന്ന് വീണിട്ട് എഴുന്നേറ്റ് വരുമെന്നായിരിക്കും ആത്മാവ് വിചാരിച്ചത്. എന്താണല്ലോ അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. വളരെ മോശം അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. റിബ്സൊക്കെ ഒടിഞ്ഞ് ലങ്സിൽ കുത്തി കയറിയെന്നോ സ്പൈൻ ഇഞ്ചുറി ഉണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ട്. വെന്റിലേറ്റർ ആണെന്നോ ഒക്കെ ഓരോരുത്തർ ഓരോ വാർത്താ ചാനലിൽ കൂടെയും അതുവഴി പോയൊരു ഇതുവഴി പോയൊരു ആണ്ടൊക്കെ പറയുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും അതുമല്ല, ഏറ്റവും വലിയ രസം എന്നറിയോ, ഒരു MLA വരുവാണ് ഒരു പരിപാടിക്ക്. അവിടെ ഈ GCD അനുവദിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റേജാണ് കെട്ടിയിരിക്കുന്നതെന്നാണ് പിന്നീട് പറയുന്നത്. അതിന് വേണ്ടത്ര സേഫ്റ്റിയോ ഒന്നുമില്ല, ബാരിക്കേഷനും ഇല്ല, ഒന്നുമില്ല. ഉമ തോമസിന് ഒരു റിബൺ, ആ റിബണിനെ ചെന്നെങ്ങാണ്ട് റിബൺ എന്തോ ബാരിക്കേഷൻ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് അവിടെ ചാരു പിടിക്കുകയോ അതൊരു അങ്ങോട്ട് നടന്നപ്പോൾ ശ്രദ്ധിക്കാതെ പോവുകയൊക്കെ ചെയ്തപ്പോൾ മോളിൽ നിന്ന് താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള രസം എന്ന് വെച്ചാൽ ഇവിടെ ഒരു MLA വരുമോ അല്ലെ മന്ത്രി വരുമോ ആരും ആയിക്കോട്ടെ, വരുമ്പോൾ ഇതിന് മുമ്പ് ഒരു ഇൻസ്പെക്ഷൻ എവിടെയും വേണം. വല്ല ബോംബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങ് നോക്കണം. പറയാൻ പറ്റത്തില്ലല്ലോ ആൾക്കാർ എന്തൊക്കെ തരം പരിപാടി ഒപ്പിക്കുന്നതെന്ന്. ഇവർ വരുമ്പോൾ ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങൾ പോലും ഇല്ലാതെ അതിനകത്ത് കോൺട്രാക്റ്റ് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് പൊട്ട് കളിപ്പിച്ചപ്പോൾ ഒരു മനുഷ്യനോടൊന്ന് വീഴുക. അവർ ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ MLA അല്ലെങ്കിൽ പോലും വീഴാൻ പാടില്ല അല്ലേ. അതുപോലും ഇല്ലാതെ ഒരു പരിപാടി അവതരിപ്പിച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയാം, ഗിന്നസ് റെക്കോർഡ് ഉണ്ടാക്കാൻ വന്നതാണ് ഇവന്മാർക്ക് എന്തിനാണ് ഗിന്നസ് റെക്കോർഡ് കൊടുത്തത്? ഇങ്ങനൊരു പരിപാടി അവിടെ വീണിട്ടുണ്ട്, അതിൻ്റെ ഗിന്നസ് റെക്കോർഡ് ക്യാൻസൽ ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഈ ഏറ്റവും കൂടുതൽ ആളുകളെ വിളിച്ചു കൂട്ടി അവരെ പറ്റിച്ച് 12,000 പേരെ എനിക്ക് തോന്നുന്നു അതിനകത്തുനിന്നുള്ള കാശ് കൊടുത്തു കാണും ഗിന്നസുകാർക്ക്. ഇതിനൊന്നും അല്ല കൊടുക്കണം. ഗിന്നസ് റെക്കോർഡ് കൊടുക്കേണ്ടത് ഇത്രയും കൂടുതൽ ആളുകളെ ഡാൻസിന്റെ പേരിൽ വിളിച്ചു വരുത്തി സ്കാം ചെയ്ത് അതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കി റിച്ച് ആകുകയും അതേസമയം അവിടെ വന്ന ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി MLA ഒരു MLAക്ക് ഈ പറയുന്ന പോലെ ഒരു ഗുരുതരമായ പരിക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തതിനും അതേസമയം അത് സ്പെഷ്യൽ ജൂറി അവാർഡ് ആയിരിക്കും എനിക്ക് മനസ്സിലായി. പോലീസിനും ഫയർഫോഴ്സിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്നുവെച്ചാൽ ഈ കേരള പോലീസ് അവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റേഡിയത്തിന് ചുറ്റും പോലീസുകാരുണ്ട്. എന്തെങ്കിലും ആവശ്യമില്ലാത്ത പരിപാടിക്ക് ബഹളം വെക്കാൻ പോലീസുണ്ട്, യൂട്യൂബിൽ നോക്കിയിരിക്കാൻ പോലീസുണ്ട്. പക്ഷേ ഒരു MLA വന്നപ്പോൾ അവിടുത്തെ സേഫ്റ്റിയും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ അവിടെ ആളില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു വീഴ്ചയാണ് കേട്ടോ. അതൊന്നും മനസ്സിലാവാതെ പോരുത്. മറ്റേ ഇവിടെ പോയപ്പോൾ മുണ്ടക്കയിൽ മോഹൻലാൽ പോയപ്പോൾ പറഞ്ഞ പോലെ പറയേണ്ടി വരും ഇവന്മാരോട്. എന്നാലും മനസ്സിലാകത്തൊന്നുമില്ല, പൊട്ടന്മാരാ. ഈ പ്രശ്നങ്ങള് നമ്മുടെ അല്ല ആ തുടക്കത്തിൽ അറിയാനുള്ളൊരു സംവിധാനം, നമ്മുടെ സംവിധാന പ്രശ്നങ്ങളെ നോക്കി കാണുന്ന ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രശ്നം സംഭവിക്കുമ്പോഴാണ്, ഒരു ബോട്ട് വെള്ളത്തിൽ മുങ്ങി 100 പേര് മരിക്കുമ്പോഴാണ് നമ്മൾ ബോട്ടിന്റെ ഈ പറയുന്ന അതിന്റെ എന്തോ പറയുക, എന്തോ ടേം ഉണ്ട്, അതിന്റെ എന്തോ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. മനസ്സിലുണ്ടോ? ഇതൊന്നും ഇല്ലാതെ ഈ സാധനം ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊരു 10-100 പേര് ചാവണം, 100 പേരെ കേട്ടിട്ട് 100 പേരെ കേട്ടിരുന്നു അപ്പോഴാണ് ഇതൊക്കെ ചോദ്യം ചെയ്യുക. അതുപോലെ മറ്റേ ഈ എല്ലാ പ്രശ്നങ്ങളിലും അങ്ങനെ ഇടപെടുന്നത്. അത് പ്രശ്നമായി കഴിയുമ്പോൾ ഭയങ്കര ഇടപെടല. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും മരിച്ചെന്ന് ഉറപ്പുവരുത്തി കഴിയുമ്പോൾ പോലീസ് വരും. എന്നിട്ട് അവിടെ നിൽക്കുന്നവരെല്ലാം അടിച്ചോടിക്കും, ഭയങ്കര ബഹളമൊക്കെ കാണിക്കും. എന്നിട്ട് ആരെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോകും. ഇതാണ് പോലീസിന്റെ പണി എന്നാണ് പോലീസ് വിചാരിച്ചേക്കുന്നത്. പിന്നെ ഉള്ള പണി എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും പെറ്റിയും, അല്ല വേറൊന്നും അവർക്ക് അറിയത്തില്ല. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, നിവർത്തികേടാണ് ഇതിൽ കൂടുതലൊന്നും അറിയാതെ പോകുന്നത്. അവർക്ക് ഇതിന് മുമ്പ് ഇടപെടാൻ അറിയത്തില്ലെന്നേ. ഇതിന് മുമ്പ് അവിടെ വരണം, ഇൻസ്പെക്ഷൻ വേണം. ഇതൊക്കെ ഒരു എന്താ പറയണ്ടേ, ഇത് ഏത് രാജ്യത്താണ് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഈ രാജ്യത്ത് ഇന്ത്യ നടക്കത്തില്ല, അത് വേറെ കാര്യം. അവർക്ക് ആകെ അറിയാവുന്ന പണി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ബസ് എങ്ങാണ്ട് പുറയിൽ നിന്ന് ഇടിച്ചപ്പോൾ വെള്ള പെയിൻ്റ് അടിക്കാൻ പറഞ്ഞേക്കുക, മനസ്സിലായോ? പിന്നെ ഇവിടെയൊക്കെ നടക്കുന്ന ഓരോ ആക്സിഡൻറ്റ്സ്, ഇപ്പോൾ ലാസ്റ്റ് നടന്ന ഒരു 10 ആക്സിഡൻറ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് എല്ലാ പ്രശ്നങ്ങളും വണ്ടി ഡ്രൈവറുടെയോ വണ്ടിയുടെ ഒന്നും ആയിരിക്കത്തില്ല. റോഡ് കണ്ടീഷനും റോഡ് സിസ്റ്റവും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്തൊക്കെ. ഈ ട്രാഫിക് നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്ന ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് ഒന്നിനും കൊള്ളാതായതുകൊണ്ട്, അതായത് ഇവന്മാരിവിടെ ഈ സിറ്റി ലിമിറ്റ്സിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലെന്ന് എഴുതി വെച്ചേക്കുന്ന ബോർഡിന് അടിയിൽ കൂടെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ച കാണാൻ പറ്റുമ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഉണ്ണാക്കന്മാരെന്ന് പറയുന്ന പോലത്തെ മണ്ടന്മാരുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നടന്നു പോകുന്നു. ഇതിനകത്ത് എന്തോരം മണ്ടത്തിലുണ്ടെന്നറിയോ? സിറ്റി ലിമിറ്റ്സിൽ ഒരു ബസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അതൊക്കെ എന്ത് സ്പീഡ്?
കത്തിക്കുക 30 കിലോമീറ്ററോ 35 കിലോമീറ്ററോ എങ്ങാണ്ടാണ് മാക്സിമം വേഗത ഉപയോഗിക്കാൻ. ഓവർടേക്ക് ചെയ്യാനും പാടില്ല. അപ്പൊ ഈ ഇങ്ങനത്തെ നിയമം ഉള്ള സ്ഥലത്ത് നിയമലംഘനം നടക്കുന്നു. ബസ്, ഈ പ്രൈവറ്റ് ബസ്സുകാർ റോഡിൽ ഇറങ്ങി കാണിക്കും. എറണാകുളത്ത് സിറ്റി ട്രാൻസ്പോർട്ട് ബസ് പിന്നെ കണക്കാ, അതും ശരിയാണ്. അത് പിന്നെ ഈ റോഡ് ഇവിടെ ഒന്നും കിടന്ന ആമാരി പണി അധികം കാണിക്കുന്നില്ലെങ്കിലും പ്രൈവറ്റ് ബസ് നല്ലപോലെ കാണിക്കുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഈ കലാപരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റോങ് പരിപാടിയാണ്. ആൾക്കാരെ പുറകെ ഇങ്ങനെ നിന്ന് ഹോണടിച്ച് വെറുപ്പിച്ച് ആളുകളെ മാറ്റിച്ച് വണ്ടി മാറ്റിച്ച് എന്ത് കാണിക്കണം ഇവിടെ കിടന്ന്. ഇവിടെ അതൊന്നും ഇവർ കാണത്തില്ല. മാറിക്കോളണം റോഡിലുള്ള. അവിടെ വണ്ടി ഇതുപോലെ ഒരുപാട് ആക്സിഡൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവർ കാണത്തില്ല. അവർ യൂട്യൂബ് നോക്കിയിരിക്കും. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് യൂട്യൂബ് വീഡിയോ ഇട്ടാൽ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുമോ? ഇങ്ങനെ ഈ വണ്ടിയുടെ ഒക്കെ പുറകെ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രൈവറ്റ് ബസ്സുകൾ പോകുന്നത് ഈ പോലീസുകാരൊക്കെ കാണുന്നൊക്കെ ഉണ്ട്. ഈ ട്രാഫിക്കിലൊക്കെ പോലീസുകാരൊക്കെ ഉണ്ട്. അതൊന്ന് ചോദിക്കോ, അത് ചെയ്യരുതെന്ന് പറയാനോ അങ്ങനെയുള്ള ഒരു പരിപാടി അത് ആരും ഒന്നും മിണ്ടില്ല. ഇനി എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇനി പ്രൈവറ്റ് ബസ് എവിടെയെങ്കിലും ആരെങ്കിലും ബസ്സിൽ നിന്ന് വീണു അല്ലെങ്കിൽ ബസ് ഇടിച്ച് മരിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ബസ്സുകാരെ പിടുത്തോണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണ്ടിരിക്കുക. ആരും മരിക്കണം, അപ്പോഴേ ഇവരെന്തിനും ചെയ്യത്തുള്ളൂ. ബസ് ഈ പ്രൈവറ്റ് ബസ് പറഞ്ഞ് ഓടിച്ചിട്ട് ഒരു 5 പേര് ഒരു വണ്ടിക്കകത്തിരുന്ന് മരിച്ചു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് കിടന്ന് മരിക്കണം. അത് മിക്കവാറും സ്കൂൾ പിള്ളേരായിരിക്കും ഇടിക്കാൻ പോകുന്നത്. ബസ് ഇടിച്ചൊരു സ്ത്രീയും കൊച്ചും മരിക്കണം. സ്ത്രീയും കൊച്ചും മരിച്ചാൽ നല്ല രസമായിരിക്കും. അതേസമയം വേറെ ആരെങ്കിലും ഇപ്പൊ സാധാരണക്കാർ ബൈക്ക് ഓടിച്ചോണ്ട് വന്ന പിള്ളേരെ ഇടിച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഡ്യൂക്കാണ് ഇവർ കഥ മാറ്റും. തന്നെ വേറെ പലതും അത് പലതാ. പിന്നെ MDMA എന്ന് പറയും, അതുകൊണ്ടാണ് വണ്ടി ഇടിച്ചതെന്ന് പറയും. അങ്ങനൊന്നും അല്ല വണ്ടി ഇടിക്കുന്നത്. ഇവിടെ ഈ പരിപാടി അവതരിപ്പിക്കുന്ന രീതി ഭയങ്കര റോങ് ആണ്. ഞാൻ ചാവുന്നവരെ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ ഈ പറയുന്ന MPDക്കും പോലീസിനൊക്കെ ഇതിനകത്ത് ഇടപെടാവുന്നതാണ്. അവർക്ക് അറിയത്തില്ല അത് ചെയ്യാൻ. അല്ല, അത് ഇടപെടാവുന്നതാണെന്ന് പറയാണ്. അങ്ങനെ ചെയ്തിരുന്ന ഇപ്പൊ ഇതുപോലെ VIP അല്ലേ, ഉമ തോമസ് ഇവിടുത്തെ MLA അല്ലേ, അവര് വരുമ്പോ അതിന് വേണ്ടുന്ന സേഫ്റ്റി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്മാർ എന്തോത്തിന്. പിന്നെ ഇവരുടെ വാലേ മണത്ത് നടക്കും ഇങ്ങനെ പോയിട്ട് ആ ഷോ കാണിക്കാൻ. ക്യാമറയിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പോലീസുകാർക്കൊക്കെ. ഇപ്പോൾ എന്തെങ്കിലും സീൻ നടന്നാൽ അവിടെ വന്ന് ഇങ്ങനെ ക്യാമറ ഉള്ളിടത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക. അവർക്ക് തന്നെ പേജ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് വേറെ കാര്യമുണ്ടെന്ന്. ഇവർ ഈ പരിപാടി അവതരിപ്പിക്കുന്ന രീതി ശരിയല്ലെന്നുള്ളത് ഇതിനകത്ത് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ പോലീസിൽ തന്നെ നല്ല ബോധമുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. ഇതിന് മറ്റേ ഹൈറാർക്കിയൽ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ടോ, ഇപ്പം മെജോറിറ്റി ആൾക്കാർ മണ്ടന്മാരായി കാണും. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. വളരെ കുറച്ച് പേർക്ക് ബോധം ഉണ്ടായിട്ട് എന്ത് കാര്യം? അത്രയും കറപ്റ്റഡുമായി അത്രയും പൊട്ടന്മാരും കയറി മഹാ അഴിമതി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായോ? അതിൻ്റെ കാണുന്നത്. അല്ലെങ്കിൽ ഇവർ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ആവശ്യമുള്ളിടത്ത് ഒന്നും ഇടപെടാതിരിക്കുക. ഡെയിലി ലൈഫിലെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഈ പറയുന്നത്. ഈ ട്രാഫിക്കിലുണ്ടാകുന്ന വണ്ടികൾ കാണിച്ചു കൂട്ടുന്ന റോഡിൽ നടക്കുന്ന പരിപാടി. ഒരു ദിവസം നന്നായിട്ടൊന്ന് മഴ പെയ്താൽ പിന്നെ പോലീസ് ഉണ്ടാവില്ല. ഇല്ല, ഒരിടത്തും ഇല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവർ വരുന്നത് എപ്പോഴാ? അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ആള് ചത്തും കഴിഞ്ഞ് വേണേ അവിടെ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആംബുലൻസ് ആശുപത്രിയിൽ എത്തിച്ച് കഴിയുമ്പോഴത്തേന് പോലീസുകാർ വന്നിട്ട് അവിടെ കിടന്ന് അവിടെ നിന്നവരെല്ലാം തെറി വിളിച്ച് ഓടിക്കുക, അവരുടെ നേരെ ലാത്തി വീശുക, അവരെ തെറി വിളിക്കുക, കച്ചറ. നമ്മൾ ഇഷ്ടം പോലെ കാണുന്നത്. നമ്മളോടും പറഞ്ഞു ഇങ്ങനെയൊക്കെ അവിടെ നിന്നിടത്തൊക്കെ വന്നിട്ട് നേണ്ടൊക്കെ പറയുക. അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാനേ ഇപ്പോൾ ഇവർക്ക് പറ്റുന്നുള്ളൂ. അല്ലാതെ വേറെ എന്തിട്ട് നടക്കുന്നത് നോക്ക്. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്കാൻ കണ്ടൊരു പയ്യനെ കണ്ട് കഞ്ചാവ് വലിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് വാർത്തയാക്കി. അങ്ങനെ വാർത്തയാക്കാൻ പാടില്ലാത്ത പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വാർത്ത ചാനലുകൾക്ക് കൊടുക്കാൻ പാടില്ല. പോലീസാണ് ഈ ന്യൂസ് പുറത്തോട്ട് വിടുന്നത്. അതും കള്ളവാർത്ത വിടുന്നു. അതായത് ന്യൂസ് പുറത്തോട്ട് വിടുന്നത് പോലീസാണ്. പോലീസിന്റെ കയ്യിൽ നിന്ന് ആ ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ആ ഇൻഫർമേഷൻ കിട്ടിയാൽ ഇപ്പൊ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയണമെങ്കിൽ ഇപ്പൊ വെറുതെ ഒരാളെ അങ്ങ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിചാരിക്കാം, അത് ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ FIR ഇടണം. FIR ഇട്ടതിന് ശേഷമാണ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പേരെ പിടിക്കുന്നുണ്ട്, എത്ര പേരെ വാർത്തയാക്കുന്നുണ്ട്. അപ്പൊ ഈ കേസിൽ ഈ പറയുന്ന ഈ MLAയുടെ മകന്റെ കേസിൽ ആ പയ്യൻ 9ാം പ്രതിയാണ്. ആ കേസിലെങ്ങാണ്ട് 9 10ാമത്തെ പ്രതിയാകാൻ മറ്റാന്ന് തോന്നുന്നു. അപ്പോ അത് വിളിച്ചു പറഞ്ഞു. അത് എടുത്തിട്ട് ഈ 9ാം പ്രതിയുടെ ഫോട്ടോ വെച്ചിട്ട് ഈ കേസ് അങ്ങ് മറ്റേ മാർക്കറ്റ് ചെയ്യുവാണ്. അപ്പൊ തന്നെ പോലീസുകാർ എന്തോ ചെയ്തു, എക്സൈസ് ഭയങ്കര പിടുത്തം പിടിച്ചു. എന്താ പിടിച്ചേക്കുന്നുള്ള രസം. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ പോലീസ് ഇങ്ങനെ കൊടുത്തത് അങ്ങനെ തന്നെയാണോ എന്ന് ഇപ്പൊ അതല്ലല്ലോ. കള്ളവാർത്ത കൊടുക്കും പോലീസുകാർ. കള്ളവാർത്ത കൊടുക്കും. കാരണം എനിക്ക് എന്റെ കേസിൽ കള്ളവാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഒളിവിലാണെന്ന്, അബ്സ്കോണ്ടിങ് ആണെന്ന് പറഞ്ഞ കള്ളവാർത്ത കൊടുത്തു. അതുകൂടാതെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് കള്ളവാർത്ത കൊടുത്തു. പിന്നെ പല കള്ളവാർത്തകളും കൊടുത്തു. ഈ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴേ ഈ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറയുന്നത് ഓക്കെ, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടാണ് ജാമ്യം തരുള്ളൂ. അല്ലല്ല, എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങനെ കള്ളവാർത്ത കൊടുക്കും പോലീസുകാർ. ഒരുപാട് കള്ളവാർത്ത ഉണ്ടാക്കും. അങ്ങനെ കള്ളത്തരം ചെയ്യുന്ന ആൾക്കാരായിട്ട് കൂടുതലും കണ്ടേക്കുന്നത്. ഇവർ പറയുന്നൊന്നും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. വാർത്തയിൽ ഇങ്ങനെ വന്നിട്ട് ഓരോന്നൊക്കെ വിളിച്ചു പറയും.
പക്ഷെ പകുതിയും കള്ളത്തരമായിരിക്കും. ഇപ്പം മെജോറിറ്റിയും നമ്മൾ അറിയുന്നത് ഇപ്പം മനസ്സിലാക്കിയ കാര്യം, ഇപ്പം ചെറിയ ചെറിയ ആൾക്കാരൊക്കെ പിടിച്ചിട്ട് ഇപ്പം ആറാട്ടണൻ്റെ വാർത്ത കള്ളവാർത്തയാണ്, അതും പോലീസ് കൊടുത്തതാ. പോലീസുകാർ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് അല്ലേ പോട്ടെ, ഇത് കള്ളവാർത്ത പോലീസിന്റെ പേരിൽ SHO റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വരുമ്പോൾ അയാൾ അതിനെതിരെ എന്തെങ്കിലും ചെയ്യണ്ടേ, ഈ മാധ്യമങ്ങൾക്കെതിരെ പറയണ്ടേ? അടുത്ത ദിവസം അതിലും വലിയ കള്ളത്തരം ഈ പറഞ്ഞ ആൾക്കാർ എന്ന് പറയാം, ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വാർത്തക്കാർ ഇവരുടെ സംഘം ചേർന്ന് വാർത്ത വിട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്രയും കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. കറപ്ഷൻ മാത്രം പോരാ, ഭയങ്കര വിവരക്കേടും അതുപോലെ തന്നെ നല്ല കഴിവില്ലായ്മയും വേണം, അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരു സ്വല്പം കഴിവുള്ള ഒരാൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഒന്നാലോചിച്ച് നോക്ക്, എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ടല്ലോ ഇത് ചെയ്യാൻ നിൽക്കത്തില്ല. നമുക്കൊന്നും വലിയ കഴിവില്ലെങ്കിൽ പോലും നമ്മളിത് ചെയ്തില്ല. അപ്പോൾ ഒന്നാലോചിക്കുക, അവൻ എന്തോരം കഴിവട്ടവനായിരിക്കും അല്ലേ? അങ്ങനെ ജീവിക്കാൻ ഇറങ്ങിയേക്കുക. അവിടെ ഒരു പ്രശ്നമുണ്ട്, അത് മാധ്യമ പ്രവർത്തനത്തിലും ഉണ്ട്, ഇപ്പോൾ പോലീസിലും ഉണ്ട്. അങ്ങനെ കഴിവില്ലാത്തവരെയൊക്കെ തിരിച്ചറിഞ്ഞ് പോലീസിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പരാതിയൊക്കെ കൊടുത്തു, പക്ഷെ അതിനകത്തും ഇല്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ പറയുന്ന സംവിധാനത്തിനകത്ത് ഇതിന്റെ രീതികളിൽ ഈ പറയുന്ന ഈ പോലീസിങ് തന്നെ മാറ്റി മനുഷ്യരോട് എങ്ങനെ ഇടപെടണം എന്നൊക്കെ ഉള്ള ഒരു ബോധത്തിലൂടെ എങ്ങനെ വേണം ഇടപെടേണ്ടത്. കള്ളം പറയായിരുന്നു അല്ല, അതിനകത്തെല്ലാം പെടുമല്ലോ, അതിനകത്തെല്ലാം പെടുന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ഇതൊക്കെ കാണുമ്പോഴല്ലോ ഇതിനൊക്കെതിരെ ആക്ഷൻ എടുക്കണം. കാരണം ഈ കള്ളവാർത്ത പരിപാടികൾ, ഇങ്ങനത്തെ എന്താ പറയുക, ഈ ഓരോ വാർത്ത ഉണ്ടാക്കല്, കഥയോട്ടി പൊളിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, തൊപ്പി എന്നൊക്കെ പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്തൊരു മോശമാണ്. അതിനൊക്കെ 4 പോലീസുകാർ വരിക എന്ന് പറഞ്ഞാൽ ചോദിക്കുക, വിളിച്ചിട്ട് അവനെ ഇവിടെ വരുത്തണം. ഞാനാണെ വിളിച്ച അവൻ വരും ഇവിടെ. അതിന് പോലീസിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ഇരുന്ന് ഞാൻ വിളിക്കാം. ഇതേപോലത്തെ പ്രശ്നമുണ്ട്, ഇവിടെ വന്നേ വരത്തുള്ളൂ, ഇവിടെ വന്നിരിക്കണം. അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നാണക്കേടാ. മനസ്സിലായി? അങ്ങനെ കേൾക്കാതിരിക്കത്തൊന്നുമില്ല. വിളിച്ചാൽ വരുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ പോലും ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് 4 പോലീസുകാർ വന്ന് ഇത്രയും പണിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നുള്ളത് അതിൻ്റെ ഏത് രീതി നോക്കിയാലും മനസ്സിലാവും. കോമൺ സെൻസ് ഉള്ളവർക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ കഥ ഉണ്ടാക്കാനും ഫേസ്ബുക്ക് പേജിൽ റീൽസ് ഉണ്ടാക്കി കളിക്കാനും ഉള്ള ഒരു ടെൻഡൻസി ഇപ്പോൾ പോലീസുകാർക്കുണ്ട്. ഈ ഫേസ്ബുക്ക് നിർത്തണം. പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജ് ഇവിടെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? കാണിക്കുന്ന മൊത്തം മണ്ടത്തരമാണ്, എന്തോരം വിട്ടിത്തരോ കാണിക്കുന്ന. ആ പേജ് ഇപ്പം എടുത്ത് നോക്കിയുണ്ടല്ലോ, അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്ന പൊട്ടത്തരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നാണം തോന്നും. പ്രശ്നം എവിടെയാന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ പോലീസ് ചെയ്യുന്നതിലുള്ള രസകരമായിട്ടുള്ള എലമെന്റ് കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോഗ്രാം തന്നെ നാണക്കേടാ. അവരിപ്പോ ഒരാളെ എന്തെങ്കിലും ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ക്രൈം നടക്കുന്ന ഇപ്പൊ കൂടുതലും ഈ ബൈക്കിലൊക്കെ പോകുന്ന പിള്ളേരെ പിടിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവര് പ്രചരിപ്പിക്കുമല്ലോ, വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പൊ ഈ ബൈക്കിൽ ഇങ്ങനെ പോയി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്രൈം നടന്നു, ഇപ്പൊ ബൈക്കിൽ പോയി എന്നുള്ളത് വിട്, ഒരു ക്രൈം നടന്നു, ഈ ക്രൈമിൽ ആളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇയാള് ക്രൈം ചെയ്തു എന്ന് തെളിഞ്ഞു എന്നല്ല. അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റാരോപിതനാണെന്ന അർത്ഥം. ഇയാൾ ഇനി കോടതി ചെന്നാലാണ് കുറ്റവാളിയാണോ കുറ്റം ചെയ്ത ആളാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുക. അത് അവിടെ അതിന് മുമ്പ് ഈ സാധനം ഇവ കുറ്റം ചെയ്തു എന്നുള്ളവനെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഇവരും കൂടി അങ്ങനെ തന്നെ പറയണം, ഇവനെ പിടിച്ചിട്ടുണ്ട്, മനസ്സിലായി, ഇവനെ ഇപ്പൊ ഇവൻ കുറ്റം ചെയ്തവനാണ്, അപ്പൊ നമ്മളവനെ പിടിച്ചിട്ടുണ്ട്, നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പോട്ടെ, ഇതൊക്കെ എല്ലാവരോടും ഒരുപോലെ അല്ല ചെയ്യുന്നത്. സെലിബ്രിറ്റി ആണെങ്കിൽ വേറെ രൂപത്തിൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ കൺസൾട്ടേഷനും മറയും അവരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കലും. ഇവ ബാലയുടെ മുന്നിലൊക്കെ ഇങ്ങനെ നിൽക്കാവോ? അത് പൊട്ടൻ ബാല എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ. അവൻ്റെ മുന്നിൽ പോയി പോലീസുകാർ ഇങ്ങനെയൊക്കെ നിൽക്കുന്നു, അവനെ ചുറ്റും സാർന്ന് വിളിച്ച് കൊണ്ടു നടക്കുന്നു. വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. എന്തൊരു ഗതികെട്ട പോലീസുകാർ അതൊക്കെ. അവനേക്കാളൊക്കെ 100 മടങ്ങ് പറ്റാ ഞാനൊക്കെ. അവൻ എഴുത്തും വായനയും പോലും അറിയത്തില്ല. അവന്റെ മുന്നിൽ നിൽക്കുക, കാശുണ്ടോന്നോ അത് പറഞ്ഞത്. നമ്മൾ സെൽഫ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ സ്വാഭിമാനം, സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ ഡിഗ്നിറ്റി, അങ്ങനെ ഒരു സാധനം ഉള്ളവർക്ക് ഇങ്ങനെ ഓച്ചാനിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് എടുത്ത് മുന്നിൽ വന്നാൽ ഓച്ചാനിക്കൊന്നും വേണ്ട. ഇവനോടൊന്നും മോശമായിട്ട് ഇടണമെന്നല്ല നമ്മൾ പറഞ്ഞത്, അതിൻ്റെ രീതിക്ക് അങ്ങ് ഇടപെട്ടേക്ക്. എന്തിനീ ഒരു എല്ലാവരോടും ഒരുപോലെ ഇടപെട്ടാൽ മതി, അല്ലാതെ ഒരാളോട് പ്രത്യേക ഇടപെടൽ അത്രയും മതി. പിന്നെ എടാ കൂടാന്നൊക്കെ വിളിച്ച് നടക്കുക, ചുമ്മാ തെറി വിളിക്കുക, ഇതൊക്കെ പരിപാടി. അതൊക്കെ തീട്ട പരിപാടിയാ, ഭയങ്കര അലമ്പ. അതൊക്കെ അതൊന്നും കൾച്ചേർഡ് ബിഹേവിയർ അല്ല. ഒരു കൾച്ചേർഡ് ബിഹേവിയർ പോലീസിന് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ നാട്ടിലെ ബാക്കിയുള്ളവരെയൊക്കെ ആരെ കാണിച്ചുകൊണ്ടാണ് ഇവര് നന്നാക്കാൻ പോകുന്നത്? ഏറ്റവും അൺകൾച്ചേർഡ് ആയിട്ടും അവിടെ അൺസിവിലൈസ്ഡ് ആയിട്ടാണ്. അത് തന്നെ അൺസിവിലൈസ്ഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് പോലീസ്. ഇങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ മറ്റേ ഇതൊക്കെ ഏതോ കാലത്തെ സാധനമാണ്. 40കളിലും 40കളിലൊക്കെ ബ്രിട്ടീഷുകാർ വിട്ട സാധനമാണ്. ഇതൊന്നും
ഇത് ലോകത്ത് വേറെ എവിടെ ഇതൊന്നും നടക്കുന്നൊന്നുമില്ല, മനസ്സിലാവണ്ടോ? ഇത്തരത്തിലൊന്നും പോലീസൊന്നും ഉണ്ടാവും പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക ഇങ്ങനത്തെ ശരിയാ തേർഡ് വേൾഡ് കൺട്രീസിൽ ഇവിടെ ഇത് അത് അങ്ങനത്തെ രാജ്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും കേരളം കുറച്ച് ബെറ്റർ ആയിരിക്കും. അതെ, കേരളം നമ്പർ 1, മലയാളി നമ്പർ 1. മലയാളി പൊളി, വായും പൊളിച്ച്, പഴം പൊളിച്ച് ഒക്കെയാണ് മലയാളി പൊളിയാകുന്നത്. അല്ല മലയാളി പൊളി എന്ന് പറയുമ്പോ വാ പൊളിക്ക്, മലയാളി പൊളി, വാ പൊളി, പിന്നെ പഴം പൊളി, ഇതൊക്കെയാ മലയാളിയുടെ പൊളി. അപ്പൊ അതുപോലത്തെ മലയാളിയാണ് ഇവിടുത്തെ സ്കൂളിൽ പഠിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ കുറച്ച് ഡിഗ്രി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് PSC മനോത്തിട്ട് പരീക്ഷ എഴുതിയിട്ട് ഏതെങ്കിലും ഇടത്തും ജോലിക്ക് കയറിയാൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു 90% ആൾക്കാർക്കും ആ ജോലി ചെയ്യാൻ അറിയാത്തവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ ഓരോ ഓഫീസിൽ ചെല്ലുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഗവൺമെൻറ് ഓഫീസാണോ, ഗവൺമെൻറ് സെറ്റപ്പ് ആണോ, എന്തോ ഒരു കുഴപ്പമുള്ള പോലെ, ഒരു ഐഡിയ ഇല്ലാത്ത പോലെ, അവർക്കൊരു പണി ചെയ്യാൻ അറിയാത്ത പോലെ, പിന്നെ അവരുടെ മൊത്തത്തിലുള്ള ഇത് ഈ പറഞ്ഞ സിസ്റ്റം എന്ത് വീക്കാടോ. പന്ന ഫയലിംഗ് റൂം, പൊടി പിടിച്ചിരിക്കുന്ന കുറെ പഴയ ഫയലൊക്കെ പിടിച്ചോണ്ടിരിക്കുവാന്ന് ഇപ്പോഴും. ഈ SBI യുടെ ഒക്കെ ബാങ്കിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാലേ, എന്റെ അക്കൗണ്ട് SBI-ലാ, തനിക്കറിയാലോ, മറ്റേ കറണ്ടും. അപ്പൊ എന്തോ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ SBI-ലോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SBI-ൽ ഇരിക്കുന്ന ആ സ്റ്റാഫ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അറ്റൻഡ് ചെയ്യാൻ, അയ്യോ അവരാദ്യമേ തന്നെ അവർക്ക് ഇഷ്ടമല്ല നമ്മളങ്ങോട്ട് വന്നത്, മനസ്സിലുണ്ടോ? അവരിങ്ങനെ ഒരുമാതിരി നോട്ടോ, ഇവർക്ക് അവിടെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് വരുന്ന സ്ഥലമാണല്ലോ ബാങ്ക്, അങ്ങനെ ഒരു മര്യാദയെങ്കിലും കാണിക്കണമല്ലോ. അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ഇവരൊരു സംശയത്തോടു കൂടി അവർ നമ്മളെ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ തന്നെയാണോ വന്നത്? SBI തന്നെയാണോ? SBI അല്ലേ ബാങ്ക്? മറ്റേ പ്രൈവറ്റ് ബാങ്കിൽ ഈ ബ്രാഞ്ച് തന്നെയാണോ? കുഴപ്പമില്ല, ബ്രാഞ്ച് തന്നെയാണ്. സർവീസ് ചാർജ് കൂടുതലായിരിക്കും. നമുക്ക് സർവീസ് ചാർജ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വേറൊരിടത്ത് എടുക്കത്തില്ല. കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുക വേണ്ടത്. ഇനി ഇവരെയൊക്കെ കൂടെ തീറ്റി പോറ്റണം എന്താ ഇത്ര നിർബന്ധം? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കാര്യം എളുപ്പം നടക്കണം, ഓൺലൈൻ നടക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും പരിപാടിയായിട്ട് ചെന്നാലോ ഫോൺ ചെയ്താലോ ഒക്കെ പല കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കുന്ന സ്ഥലമുണ്ടോ കൃത്യമായിട്ട്. മാത്രമല്ല ഇവരുടെയൊക്കെ ഈ ഓൺലൈൻ നോക്കിയാൽ അറിയാം, പല ബാങ്കുകളിലെ ഓൺലൈൻ ഫെസിലിറ്റീസ് അഴുക്ക, പന്ന വെബ്സൈറ്റ്, പന്ന ആപ്പ്. അതേസമയം നമ്മുടെ ആപ്പ്, ഞാൻ ഏത് ബാങ്കാണെന്ന് പറയുന്നില്ല, നല്ല ആപ്പുള്ള ബാങ്കുകളുണ്ട്. അതൊക്കെ നല്ല ഈസി ആയിട്ട്. ഗവൺമെന്റിന്റെ പരിപാടിയും കൂടി ആയതുകൊണ്ടാണ്. SBI കൊള്ളത്തില്ല, ഉള്ള കാര്യം പറയാലോ, ഒട്ടും കൊള്ളത്തില്ല. സർവീസ് മോശം, ഓൺലൈൻ മോശം, എല്ലാം മോശം. അയ്യോ ഞാൻ കുറച്ച് മെനക്കെട്ടത് ഇതും കൊണ്ട്. അത് കഴിഞ്ഞാൽ മാറ്റിയിടൂ. ആദ്യം നമ്മൾ ഇങ്ങനെ ഇതിനകത്ത് കയറി നമ്മൾ വെക്കുമല്ലോ. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കയറി. മറ്റൊക്കെ പ്രൈവറ്റ് ആണ്, ചിലപ്പോൾ പൊട്ടും മുങ്ങും. അതല്ലിത്. ഇപ്പം മറ്റ് പ്രൈവറ്റ് ബാങ്കുകളുണ്ടല്ലോ, കൊള്ളാവുന്ന ബാങ്കുകൾ, അവിടെയൊക്കെ കൊണ്ട് ചെയ്താൽ നീറ്റായിട്ട് പരിപാടി നടക്കും. എല്ലാം വളരെ നീറ്റായിരിക്കും. പിന്നെ വല്ല ഇൻട്രസ്റ്റ് റേറ്റ് എന്നോ സർവീസ് ചാർജ് എന്നോ ഒക്കെ പറയുന്ന സാധനം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, പരിപാടിയൊക്കെ നടക്കും. അത് അങ്ങനെ നടക്കണം. അല്ലേ പിന്നെ നമ്മൾക്ക് അത്രയും നഷ്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോൾ നിനക്ക് അത്രയും സർവീസ് ചാർജ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അത് എടുക്കാവും. അതൊന്നും ഇല്ല, തീരെ നിവൃത്തിയില്ലെങ്കിൽ ഓക്കെ, വേറെ വഴിയില്ലാത്തെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് സർവീസിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഇടപെടുമ്പോൾ തീരെ വഴിയില്ലെങ്കിൽ നമ്മൾ എത്തുന്നൊരു സ്ഥലം പോലെ തോന്നും. അതിപ്പോൾ അവിടുത്തെ ആശുപത്രി ആണെങ്കിലും ഗവൺമെന്റ് ഓഫീസുകൾ, എന്ത് സ്ഥാപനത്തിലാണെങ്കിലും, ഈവൻ കോടതി പോലും നമ്മൾ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്തൊരു ഡിലേ ആണെന്നറിയാം പല കാര്യങ്ങളും. ഒന്നിനും ഒരു സ്പീഡ് ചെയ്യാൻ അറിയാത്ത പോലെ. എന്നാൽ പലതും സ്പീഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതും അതേ സ്ലോയിൽ തന്നെ കൊണ്ടുപോകും. മനസ്സിലായത് എനിക്ക്? ഇതിനെല്ലാം ഒറ്റ പേസേ ഉള്ളൂ ഇവർക്ക്. ഞാൻ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം ഒറ്റ പേസിലാണ് പോകുന്നത്. ചെറിയ കാര്യമാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിലും സ്പീഡ് ഒന്നാ. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അത് ഗവൺമെന്റ് സർവീസിന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ഈ സ്പീഡിൽ മാത്രം സഞ്ചരിക്കാൻ അറിയാവുന്നവരെ ഈ പരീക്ഷ പാസ്സാകും. ലൈറ്റിന്റെ സ്പീഡ് പോലെ അല്ലല്ല, ആ പരീക്ഷ പാസ്സാകത്തില്ലേ? അതായത് ഗവൺമെന്റ് സർവീസിൽ ഇരുന്ന് ജോലി ചെയ്യാൻ തന്നെ പറ്റണോളൂ. കൊള്ളാവുന്ന ഡോക്ടർമാരൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടുക ചെയ്തത്. എനിക്കറിയാവുന്ന ഒരു 2-3 ഡോക്ടർമാർക്ക് ഇവിടെ ഗവൺമെന്റ് ജോലി റിസൈൻ ചെയ്തിട്ട് അവർ UK US പോയി. കാരണം എന്നാ, ഇവിടെ പലതും പറ്റുന്നില്ല അവരെ കൊണ്ട്. അവരുടെ കരിയർ നശിച്ചു പോകുന്നുള്ള പേടി. മനസ്സിലായി? അങ്ങനെയൊക്കെ പോയവരുണ്ട്. എനിക്ക് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര ഉഗ്രൻ ഡോക്ടറാണ്. പക്ഷെ അയാൾ പോയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറ്റത്തില്ല. കാരണം ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞേ, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കാലത്ത് ഉണ്ടാക്കിയ ഒരു ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റല് ഈ കോൺഗ്രസ് ഭരണം വരുവാണെങ്കിൽ അങ്ങോട്ടുള്ള സപ്ലൈ അല്ലേ ഇവർ കട്ട് ചെയ്യുന്ന കൊടുക്കത്തില്ല. ആ ഹോസ്പിറ്റൽ അങ്ങ് നശിക്കും. രാഷ്ട്രീയ പ്രശ്നമാണ്. എന്നിട്ട് പലതും പാസ്സാവത്തില്ല. ഇത് മറ്റേതാ, ഏതാ അങ്ങനത്തെ ഒരു നയമുണ്ട് ഇവർക്ക്. മനസ്സിലായി? അങ്ങനെ വന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇതുപോലെ മാറി, ഗവൺമെന്റ് ഒന്ന് മാറിയപ്പോൾ ആശുപത്രി പതുക്കെ ഡിമ്മായി. അവിടെയുള്ള പേഷ്യൻസ് പോലും ദുരിതത്തിലായി, പല എക്യുപ്മെന്റ്സ് കിട്ടാണ്ടായി, പല കാര്യങ്ങളും മെഡിസിൻ അടക്കമുള്ള സാധനങ്ങൾക്കെല്ലാം ആ സ്പീഡില്ല പഴയതുപോലെ. ഇതേപോലെ തന്നെ മറ്റേ പാർട്ടിയും ചെയ്യുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ
അവിടെ നിന്നുള്ളവർ ഓടി രക്ഷപ്പെട്ടോണം എങ്ങോട്ടേലും. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? പിന്നെ ഈ പറഞ്ഞ ഓഫീസർമാരുടെ അവസ്ഥ, ഈ പാർട്ടി ഭരിക്കുമ്പോൾ കുറെ പേര് മറ്റേടത്തോട്ട് തട്ടി ഇപ്പുറത്ത് കെട്ടി അങ്ങനെ കുറെ ഓഫീസർമാരായിട്ട് വട്ടം കറക്കും. ഇവരൊക്കെ ഇവരുടെ സർവൈവലിന്റെ പരിപാടികളെല്ലാരും നോക്കുന്നത് ഇപ്പോഴാണ് അല്ല വേറെ പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ടോ, ഇപ്പൊ പോലീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഫോഴ്സ് അല്ല, അവർക്കൊരു രീതിക്ക് അവർ ചെയ്യത്തുള്ളെന്ന് അവർക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ആളുകൾ വേണം. അവിടെയും ഈ പറഞ്ഞ കക്ഷി രാഷ്ട്രീയം ഉണ്ടെന്നേ അവിടെ എല്ലാരും കിടന്ന താഴെ വരെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന ഇതുകൊണ്ടാ. പിന്നെ ഭരിക്കുന്നവരാരാന്ന് ചോദിച്ചാൽ കൂടുതലും വിദ്യാഭ്യാസം ഇല്ലാത്തവരാ മന്ത്രിമാരാവുന്നതും എല്ലാം. ഒന്നും ചിന്തിക്കാൻ ശേഷിയൊന്നും ഇല്ല. എത്ര ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവർ എന്ത് ചിന്തിക്കാനാ? ഇതായിരിക്കും എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവരെ അറിയാം. ഇവർ ആരെങ്കിലും പറയുന്നത് നമുക്ക് ഇവിടെ കൂടുതൽ പേരും വിദ്യാഭ്യാസവും വിവരം ഇല്ലാത്തവരാ. അതിനകത്തൊന്നും ഒരുത്തം വന്ന് ആകുന്നതിന്റെ പ്രശ്നമേ കാണുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ ഭരിക്കുക, എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ പേര് ജോലിക്കെടുക്കുക, കഴിവില്ലാത്തവന്മാർ. എന്തുവാണ് ഇത്? കഴിവെന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്യാൻ പോലും അറിയത്തില്ലെന്ന് പലർക്കും. പോട്ടെ, ഈ സിസ്റ്റം ഒന്ന് മാറ്റാൻ ഇച്ചിരിയെങ്കിലും ഒരു എഫേർട്ട് ഇടുവോ? ഇന്നും അതേ നഷ്ടം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ ഡിപ്പാർട്ട്മെന്റും നഷ്ടത്തിലാണ്. എന്നാൽ പ്രൈവറ്റ് കമ്പനികളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് സെക്ടർ ആണോ, അവർക്കറിയാം എന്തോ ചെയ്യണമെന്ന്. അവർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യും, അവർക്ക് ഓൺലൈനിൽ എല്ലാം ചെയ്യാൻ പറ്റും. ഇവർക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സൊമാറ്റോ വരും, ഇങ്ങനെ ഞെക്കിയാൽ വേറെ ഒരു സാധനവും വരത്തില്ല. മനസ്സിലായി? യൂബറും വരും, എല്ലാം നല്ല വൃത്തിക്ക് നടക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ഓഫീസിൽ പോകണമെന്നുണ്ട്, രാവിലെ എന്നിട്ട് അവിടെ ചെന്ന് ഒരു പേപ്പർ പൂരിപ്പിക്കുന്നു, പിന്നെയും പേപ്പർ പൂരിപ്പിക്കുന്നു, പിന്നെ അവൻ്റെ പുറകെ നടക്കുന്നു, ഇവൻ്റെ പുറകെ നടക്കുന്നു. എന്തുവാടേ ഇതൊക്കെ? അതും വേറെ കാര്യമുണ്ട്, സൊമാറ്റോ പോലല്ല. ഇത് നമ്മളായിട്ട് ജോലിക്ക് ഇരുത്തിയേക്കുന്ന ആൾക്കാർ നമുക്ക് വേണ്ടി പണിയെടുക്കുമെന്നാണ് പറയുന്നത്. മറ്റവർ അതല്ല ചെയ്യുന്നേ. നമ്മളാരും ജോലിക്ക് ഇരുത്തിയിട്ടില്ല, നമ്മളെല്ലാം സാലറി പേ ചെയ്യുന്ന പോലും. നമ്മൾ പേ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, നമ്മുടെ ഇതിനകത്തുനിന്നാണ്. എങ്കിൽ പോലും മറ്റവര് ഫുള്ളി സർവീസ് പ്രൊവൈഡേഴ്സ് എന്നാ പറയണ്ടേ, ഗവൺമെന്റ് സർവീസ് അവിടെ നടക്കുന്നില്ല. അവരുടെ വിചാരം ഈ വരുന്നവരെയൊക്കെ ഭരിക്കാനുള്ളവരും അവരൊക്കെ എന്താണ്ട് നമ്മൾ കൊടുക്കുന്നത് എന്തോ അങ്ങോട്ട് കൊടുക്കുക എന്നാ വിചാരം. പക്ഷെ അങ്ങോട്ട് കൊടുക്കുക അല്ലല്ലോ, ഇവിടെ ഉള്ളവർ പണിയെടുക്കും. ഇവനൊക്കെ ഞാൻ ചോദിട്ടെ, ഈ ഗവൺമെന്റ് ഓഫീസിൽ ജോലിക്കുന്ന പണി എന്തോ? അവകാശങ്ങളെ പറ്റി ധാരണ വേണം, ജനാധിപത്യ ബോധം വേണം, ജനാധിപത്യ ബോധം വേണം, അവന്റെ ഉത്തരവാദിത്വം അറിയണം, ഡ്യൂട്ടീസ് അറിഞ്ഞിരിക്കണം. എന്താണ് ഡ്യൂട്ടി എന്ന് അറിയത്തില്ല. കാരണം ഈ വരുന്ന ആളുടെ പണമാണ്, അയാളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അയാളുടെ പശുവിന്റെ പാല് കറന്നിട്ട് വേണം അയാൾ വിറ്റിട്ട് അയാൾ ഈ ടാക്സ് അടച്ചിട്ട് ഇയാളുടെ പറമ്പിന്റെയോ ഇയാളുടെ ലോണിന്റെയോ ഇയാളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഈ ഓഫീസിൽ വരുമ്പോൾ അവന്റെ കൈക്കൂലി മേടിക്കാൻ കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സുകളെ നമ്മൾ സ്മരിക്കണം. അത്രയും ബോധം ഇല്ലെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെയും കൂടെ കുറച്ചുകൂടെ വഷളാക്കി ഇവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയും മേടിച്ച് പോരാത്തൊരു കേസുകൂടെ അടിച്ചു കൊടുത്ത് അവിടെയും കാശ് മേടിച്ച് ഇങ്ങനെ നടത്തിക്കുന്ന ഒരു പരിപാടി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ രാജ്യം നന്നാകത്തൊന്നും ഇല്ല. അത് എന്ത് ചെയ്യാനാ? അതിനകത്തൊന്നും നടക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം എനിക്കും അറിയാം, ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരിങ്ങനെയാ, അതിനകത്ത് കയറിപ്പോയാൽ തന്നെ ഇങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഞാൻ നാളെ എങ്ങാനും വല്ല ഗവൺമെൻറ് ജോലിക്ക് കയറി ഞാനിങ്ങനെ ആകുകൂടെ? അത് സാധ്യത കുറവാണ്. അന്തസ്സുള്ള ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യുന്നില്ലായിരിക്കും. ഇപ്പോഴും അവിടെ ഒരുപാട് പേര് കാണും. ബാക്കി അത് നമുക്കറിയാം, ചിലരെയൊക്കെ എനിക്കും അറിയാം. നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പോലീസുകാരും ഉണ്ട്, ഗവൺമെൻറ് ഓഫീസേഴ്സും ഉണ്ട്, ഗവൺമെൻറ് ഡോക്ടേഴ്സൊക്കെ നല്ലവരും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇതിനകത്തെല്ലാം തട്ടിപ്പുകാരാണ് കൂടി വരുമോ. ഇപ്പോൾ ഇങ്ങനെ കൂടി ടോട്ടലി കറക്റ്റഡ് ആയിട്ട് അവസാനം ഈ മതസ്ഥാപനങ്ങൾക്കൊക്കെ പറ്റിയ പോലെ എല്ലാം തട്ടിപ്പായിട്ട് കുളമാവും, അലമ്പായി പോവും. കയ്യിൽ നിന്ന് പോകുന്നവരെ നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത്. അതെ, എനിക്കതേ പറയാനുള്ളൂ. ഓരോ ഇൻസിഡന്റ് എടുത്ത് നോക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട റോഡാ. ഇവിടെ ഈ കാണിക്കുന്ന അക്രമങ്ങൾ, ഇത്രയും അതിക്രമം നടക്കുക, ഒന്നും ചെയ്യാനില്ല. ഈ യൂട്യൂബ് കൊണ്ടോ നിർത്താവോ, അല്ലെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടിക്കൊണ്ട് പോകുന്ന പരിപാടി നിർത്താവോ. നിങ്ങൾ വേണം സേവ് ചെയ്ത് വെച്ചോ, അത് പബ്ലിക്കിനെ കാണിക്കണ്ടേ ഇനി. കാരണം അത്ര വൃത്തിയായിട്ട് പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം പൊട്ടത്തരവാ. ട്രോളാൻ തുടങ്ങി അതിനെ സമയം കാണത്തില്ല. പിന്നെ ഇവന്മാർ തന്നെ നമ്മളെ കേസ് എടുത്തിട്ട് വേണം വല്ല കള്ളക്കേസിൽ കൊടുക്കും. അത്രയും ബോധമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. കാരണം ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉറപ്പാ. ഇതിപ്പോ വേറെ കാര്യമുണ്ട്, ഇത് ഭയങ്കര, ഇത് ശരിക്കും ഒട്ടും സേഫ് ആയിട്ടുള്ള പരിപാടി അല്ല. നമ്മളിരുന്ന് ഈ പറയുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർക്ക് ഇഷ്ടപ്പെടാതെ ഉറപ്പല്ലേ. അവന്മാർ ഇവന്മാർ അഹങ്കാരികളാ, എന്തിനും കള്ളക്കേസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു വരും വേണമെങ്കിൽ. അല്ല, അവരുടെ പേജിൽ കയറിയാൽ ഞാൻ ഇടയ്ക്കൊക്കെ കയറി നോക്കുമെന്ന്. ഇവരെ എത്രത്തോളം അധപ്പതിച്ചെന്ന് കയറി നോക്കുമ്പോൾ നല്ല രീതിയിൽ ഊളത്തരം കാണിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതൊക്കെ പറയാൻ തുടങ്ങിയാണല്ലോ. ഇതിനകത്ത് ഇവർ ഈ കാണിക്കുന്ന പലതും വയലേഷൻസാ. മനസ്സിലായോ? ഇവർ ഈ ഒപ്പിച്ചുകൊണ്ട് വരുന്ന പലതും അവരുടെ തന്നെ തെറ്റുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് ക്രമസമാധാനം നിലനിർത്താൻ പറ്റാത്തത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ അവർ തന്നെ പിടിച്ചിട്ട്
മനസ്സിലായത് എനിക്ക്. ഇവന്മാര് കുഴി തന്നെ, ഇവരൊരു കുഴി മാന്തും, എന്നിട്ട് ആ കുഴിക്കാതെ വേറൊരാളെ വന്ന് വീഴുമ്പോൾ ഇവർ കൈ പിടിച്ച് ഇങ്ങനെ കയറ്റിയിടാൻ കണ്ടോ ഞങ്ങൾ രക്ഷിച്ചാന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പറ്റുന്നില്ല. ക്രൈംസ് നിർത്തുന്ന പോയിട്ട് ഇതിനെ ഒന്ന് മോണിറ്റർ ചെയ്ത് ഈ സാധനം ഒരു കറക്റ്റ് സമയത്തൊന്നും ഇടപെടേണ്ട, ഒരുപാട് പേരെ രക്ഷിക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും. പക്ഷെ എങ്കിൽ പോലും കുറേയൊക്കെ മാറ്റാൻ പറ്റണം. പല ഫെസിലിറ്റീസ് ഇവർ യൂസ് ചെയ്യുന്നില്ല. ആകെ കണ്ടുപിടിച്ചേക്കുന്നത് ഹെൽമെറ്റ് പിടിക്കാനും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടില്ലെങ്കിൽ വലിയ ക്യാമറയൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുവാന്ന് നാട്ടുകാരുടെ പോക്കറ്റ് അടിക്കാനായിട്ട്. പോക്കറ്റ് അടിയും പിടിച്ചു പറയല്ലാതെ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ആരെങ്കിലും സേഫ് ആണെന്ന് തോന്നുന്നുണ്ട്? ഇവിടെ ഇറങ്ങുന്നവർക്കെല്ലാം സേഫാണെന്ന് വിചാരിച്ചാണ് ആൾക്കാർ പുറത്തിറങ്ങുന്നതെന്ന് വിചാരിച്ചേക്കുന്നത്. വണ്ടി ഓടിക്കുന്ന സേഫല്ല, ചുമ്മാ നടന്നു പോകുന്ന സേഫല്ല. മോഷണം, പിടിച്ചുപറി, ബലാത്സംഗം, കൊലപാതകം ഏത് വേണേലും ഏത് സമയത്ത് സംഭവിക്കും ഈ നാട്ടിൽ. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. അങ്ങനെയാണല്ലോ 2 ലക്ഷത്തിന് മേളിൽ ക്രൈംസ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കേസ് വന്നേക്കുന്നത്. 2 ലക്ഷത്തിന് മേളിൽ ക്രൈംസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്, ക്രിമിനൽ കേസുകൾ. അതിനകത്തുനിന്ന് അവർ മീഡിയയ്ക്ക് കൊടുക്കുന്നതാണ് കഞ്ചാവ് വലിച്ചെന്നൊരു പയ്യൻ, MLA മോനായതുകൊണ്ട് അതിന് ഭയങ്കര പ്രാധാന്യം. മറ്റ് കേസുകളെല്ലാം ഇങ്ങനെ ഒന്ന് കാണിച്ചു നോക്ക്, അപ്പം അറിയാം നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന്. നാട്ടുകാർ പേടിച്ചു പോകും. 2 ലക്ഷത്തിന് മേളിലായിടോ ക്രിമിനൽ കേസുകൾ. മിസ്സിങ് കേസ് തന്നെ വേറെ എത്രയോ കണക്ക് 60,000 ഒക്കെയാണ് ആൾക്കാരെ കാണാതാവുന്നത്. ഒരു മാസം 2,000 3,000 വെച്ചൊക്കെ ആൾക്കാർ മിസ്സാവുന്നെന്നാണ് പറയുന്നത്. എവിടെ പോയി? ആര് കൊണ്ടുപോയി? ഇവർ ഇത്രയും ക്യാമറയും ഇത്രയും പോലീസുകാരും ഭയങ്കര വിജിലൻ്റ് ആയിട്ടിരുന്നിട്ട് അവരുടെ മൂക്കിന് ആടെ കൂടെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അറിയുന്നില്ലെന്ന്. പോട്ട് ഇത്രയും ഡ്രഗ്സ് വന്നിറങ്ങിയിട്ട് അവസാനം ഒരുത്തൻ വലിച്ചവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് വാർത്തയാക്കി ആ ഊളത്തരത്തിന് എത്ര ലൈക്കാണ് ഗൈസ്? അതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യണ്ടേ പേജിൽ? ഇത് കണ്ടോ ഞങ്ങൾ ഭയങ്കര വമ്പം പരിപാടി നടത്തിയെന്ന്. ഇവിടെ ഇറങ്ങി നടക്കാൻ പേടിയാകത്തില്ല ആളുകൾക്ക്? ചിലർക്കൊക്കെ പേടിയുള്ളവരുണ്ടോ? എന്നോട് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വിളിച്ചിട്ട് എനിക്ക് രാത്രിയിലൊക്കെ ഇറങ്ങാൻ പേടിയായിട്ടാ, എന്ത് വിശ്വസിച്ച് ഇറങ്ങുന്നതെന്ന്. അങ്ങനെ കുറെ പേര് വീട്ടിലിരിപ്പുണ്ട് പേടിച്ചിട്ടൊക്കെ. അതുപോലത്തെ അവസ്ഥയായത്. രാവിലെ എനിക്ക് പേടിയാ ഈ ബസ് ഓടുന്ന സമയത്ത് വണ്ടി ഓടിക്കാൻ. ഭയങ്കര അതുണ്ട്. ഈ പുറകെ എനിക്ക് പണ്ട് ചെറുപ്പത്തിലൊക്കെ കുറച്ചുകൂടി മുമ്പ് ഈ പറഞ്ഞ പോലെ വണ്ടി ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേനും പുറകെ ബസ്സുകാരിങ്ങനെ ഓണടിക്കുമ്പോൾ എനിക്ക് പേടി വരുമായിരുന്നു. അപ്പൊ ഞാനത് ആലോചിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ചിലപ്പോ ചില സ്ത്രീകളൊക്കെ സ്കൂട്ടറൊക്കെ ഓടിച്ചു പോകുന്നവരുണ്ട്. ഒത്തിരി പേര് ആങ്സൈറ്റി ഉള്ളവർക്ക്. എക്സാക്ട്ലി. അതായത് ഇപ്പൊ ഈ വണ്ടി പെട്ടെന്ന് പുറയുന്ന ഓണടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ചല്ലാതെ ചിലപ്പോ വീണ് പോകാം, ചിലപ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇവരങ്ങനെ പിന്നെ ചിലപ്പോ ഒന്ന് മാനസികമായിട്ട് സെറ്റ് ആവാൻ കുറച്ച് സമയം കൂടി എടുക്കും. പിന്നെ മനസ്സിലാവുണ്ടോ? അപ്പൊ എന്തിനാണ് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു സമൂഹമാണിത് മൊത്തത്തില്. ഇനിയിപ്പൊ അതെന്തിനാവട്ടെ അവിടെ നിൽക്കട്ടെ. ഈ മറ്റിടത്തേക്ക് തിരിച്ചു വരുമ്പോഴേ സ്റ്റേഡിയത്തിലോട്ട് തിരിച്ചു വരുമ്പോ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി എന്നാണ് നമ്മൾ പറഞ്ഞിങ്ങനെ പോയത്. ഏത് വീണതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഉമാ തോമസിന്റെ അവസ്ഥ കുറച്ച് മോശമാണ്. ഒരു ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെ. അപ്പൊ ഇനിയിപ്പോ അടുത്തതെന്ന് പറയുന്നത് മറ്റേ സ്കാമും ഉമാ തോമസിന്റെ ആരോഗ്യവും, ഈ 2 വിഷയങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. പക്ഷെ ഇവിടെ അവര് കൂടുതലും സ്കാമിലോട്ടൊക്കെ വരുന്നില്ല. സ്കാം എപ്പോഴും വിട്ടു. ഉമാ തോമസിന് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അതും വാർത്തയാക്കി വീണു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. ഇനി അടുത്ത ഇലക്ഷൻ വരും. ഇനി ഇവർക്ക് വയ്യാതെ കിടന്നുപോയാൽ ഇവരെ മാറ്റേണ്ടി വരത്തില്ലേ? അപ്പൊ മകനാവുമായിരിക്കും. മകനെ കൊണ്ടുവന്ന് ഇലക്ഷൻ എടുത്ത് ജയിപ്പിക്കുമായിരിക്കും എല്ലാവരോടും. ഇവിടെ അങ്ങനെയാണല്ലോ. അതിന് 2 മക്കളുണ്ടെന്ന് പറയുന്ന കേട്ട്. 2 ബോയ്സ് ഉണ്ടെന്നോ? ആണ്. ആരെയല്ലേ വാട്ടെ, നമുക്കെന്താ അവരുടെ രാഷ്ട്രീയം, അവരങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുതായിരുന്നു VT തോമസിന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അയ്യോ കഷ്ടമുണ്ട്. ഇനി ഉടനെ അത് ശരിയാട്ടോ. അവർക്കിപ്പോ ഒരുപാട് ദിവസങ്ങൾ വയ്യാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും റീപ്ലേസ്മെന്റ് വേണം, അല്ലേ? അതൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു പൊസിഷനാണ്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ എത്ര ദിവസം വരെ ഏത് തരത്തിൽ ലീവ് എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. അതിൻ്റെ പ്രോട്ടോകോൾ എന്താണെന്ന് അറിയത്തില്ല. ഇവർ 1 മാസം ലീവ് എടുത്താൽ അതിന് പകരം ആരാണ് വർക്ക് ചെയ്യുന്നത്? 1 മാസം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ലീവ് എക്സ്റ്റൻഷൻ എത്ര മാസമാണ്? അതിന് പകരം പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി ഇതേ പൊസിഷനിൽ ഒരാൾ വേണമല്ലോ. ഇതങ്ങനെ ചുമ്മാ ഇരിക്കുന്ന പരിപാടി അല്ലല്ലോ, അല്ലേ? ഒരു സെക്യൂരിറ്റിയാണ് ബാങ്കിന് ATMന് മുന്നിരിക്കുന്ന സെക്യൂരിറ്റി ആണെങ്കിൽ പോലും പനി പിടിച്ച് കിടന്ന അടുത്ത സെക്യൂരിറ്റിയോട് വരും. അതാരാണ് എന്ന് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. 4 ദിവസം കഴിഞ്ഞു, 3 ദിവസമെങ്കിലും കഴിഞ്ഞു കാണും. ഇനി അവർ വയ്യാതെ കിടക്കുവാണെങ്കിൽ ആരാണ് അവിടെ ഇരിക്കുന്നത്? ആരെ കാണണം? ആരാണ് ആ പൊസിഷൻ കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതെ. അവിടെ ആളുകൾ, ഇത് മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ടോ? അപ്പൊ അല്ലാതെ വെറുതെ അങ്ങനെ ഒരു കസേര അവിടെ ഒഴിഞ്ഞു കിടക്കല്ല വേണ്ടത്. ഓഫീസ് ഒഴിഞ്ഞു കിടക്കില്ലേ? ഓഫീസ് ഒഴിയില്ലേ? അപ്പൊ ഓഫീസ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? അതെ, അടുത്ത ദിവസം തന്നെ അനൗൺസ് ചെയ്യണം. അത് നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. അവരിനി എന്ന് ഡിസ്ചാർജ് ആവാനാ? അത്ര സീരിയസ് ആണെങ്കിൽ
അല്ല ഇപ്പൊ അത് ഇൻഫോം ചെയ്യണമല്ലോ, പബ്ലിക്കിനെ അറിയിക്കാം. പബ്ലിക്കിനെ അറിയിക്കാം. ഞാൻ അറിഞ്ഞിട്ടില്ല. പബ്ലിക്കിനെ അറിയിക്കണം. അത് നിങ്ങളിപ്പോ ഇപ്പൊ ഇങ്ങനെ MLA ഇങ്ങനെ പരിക്ക് പറ്റിയതുകൊണ്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് താൽക്കാലികമായിട്ട് ഇങ്ങനൊരു സംഭവമാണ്. ഇതിലൊന്ന് എന്താണൊരു നിയമം ഉണ്ടാവുള്ളൂ, ഉറപ്പായിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അതാരാണ്, അത് എത്ര നാളാണ്, ഇനി അടുത്ത് പെട്ടെന്നൊന്നും പുള്ളിക്ക് റിക്കവർ ആകുന്നില്ല. എല്ലാവരും ശാരീരിക അവസ്ഥകൾ കാരണം ഇനി ഇതുപോലെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഏത് ജോലിയാണേലും അവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ പ്രശ്നം ഉണ്ടെന്ന്. ഇനിയിപ്പോ ഒരു ബൈ ഇലക്ഷൻ വരുവാണെങ്കിൽ ഇനിയിപ്പോ പുള്ളിക്കാരി ഇനിയിപ്പോ മാറി നിൽക്കാന്ന് വിചാരിക്കും, ആരോഗ്യസ്ഥിതി കൊണ്ട് പുള്ളിക്കാരി മാറി നിൽക്കാന്ന് വിചാരിക്കും. അപ്പൊ ബൈ ഇലക്ഷനിലോട്ട് പോകേണ്ടി വരും. ബൈ ഇലക്ഷനിലോട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ 2 പ്രാവശ്യം നടന്ന അതേ പരിപാടി 3ാമതും ഇലക്ഷൻ നടത്തുകയാണ്. പിന്നെ ഒന്നുകൂടെ ഞാൻ അതിനുള്ള ടൈം ഉണ്ടോ, ഇനി എത്ര സമയം കൂടി ഉണ്ട് അറിഞ്ഞൂടാ. 2026 അടുത്ത ഇലക്ഷനുള്ള. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഇലക്ഷൻ കൂടി, മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ഇതിനൊന്നും ഒരു കൃത്യമായ ജനാധിപത്യം എന്നൊക്കെ പറയാന്നല്ലാതെ നമുക്ക് അല്ല, എനിക്കറിയേണ്ടതാ ഇത് വയ്യാതായ ഒരാളെ ഇനി അങ്ങനെ തൊഴിലെടുപ്പിക്കണോ, അങ്ങനെ ഉണ്ട് അടുത്ത ആളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണോ, അത് ആ മെഡിക്കൽ കണ്ടീഷനും മറ്റ് ഡോക്ടർമാരുടെ റിപ്പോർട്ട് ചെയ്യുന്ന അതെടുത്തിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് ആർക്കും അറിയത്തില്ല, അതൊന്നും വാർത്ത വരത്തില്ല, അതിനെപ്പറ്റി ആരും സംസാരിക്കത്തില്ല. അതൊന്നും ആർക്കും അറിയണ്ട. നമുക്ക് വല്ല മൈരെന്ന് വല്ല ഞാൻ പറയട്ടെ ഇതിനിടയിൽ, മൈരെന്ന് പറഞ്ഞ വാർത്തയാവും, മീഡിയ ചർച്ച ചെയ്യും. ഉമാ തോമസിന്റെ ഈ ആരോഗ്യ പ്രശ്നം, ഇവർക്ക് പറ്റിയ അപകടം പോലും ഇവിടെ വലിയ ന്യൂസ് ഒന്നും ആയിട്ടില്ല. കാരണം ശ്രദ്ധിച്ചോ, അതിങ്ങനെ ന്യൂസിൽ വന്നു എന്നുള്ളതിന് അപ്പുറത്തോട്ട് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, തട്ടിപ്പാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പൊ ഇനി അതിനകത്ത് കൂടുതൽ പിടിച്ചു കഴിഞ്ഞാലേ മറ്റിടത്തേക്ക് പോകേണ്ടി വരും. ദിവ്യ ഉണ്ണിടെ അങ്ങോട്ട് ചെല്ലും. അല്ല അതല്ല ഇവിടെ ഒതുക്കും മുമ്പ് തന്നെ അതൊക്കെ ഒതുക്കി. കാരണം ഫ്യൂ കോടികളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, എവിടെയൊക്കെ എത്തി കാണും. ഇപ്പൊ ഈ സമയം കൊണ്ട് കുറച്ച് മേടിച്ചു കാണും. പിന്നെ കോൺഗ്രസ്സുകാരുമാണല്ലോ നൈസായിട്ട് അല്ല ആരാണേലും മൊത്തത്തിൽ ഇപ്പൊ ആ ഒരു ഇത് നടന്നതിനകത്ത് ഇത്രയും രൂപ ചാടിയിട്ടുണ്ടെന്ന് അറിയുമ്പോ തന്നെ അതുമല്ലോ. അല്ല ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരില്ലല്ലോ. ഇല്ലല്ലേ, ഇപ്പൊ കോൺഗ്രസ്സുകാരും ഉള്ളു. കോൺഗ്രസ്സുകാർ ഭരിക്കുന്നു, പിന്നെ കുറച്ച് കോൺഗ്രസ്സുകാർ ആ ഒരു രീതിയിലോട്ട് മാറിയത് കൊണ്ട് പ്രതീക്ഷയില്ല. അപ്പോ ഇതിനകത്തുള്ള രസം എന്താ വെച്ചാല് ഈ പറഞ്ഞ സ്കാം അവിടെ ഒരു വശത്തൂടെ എങ്ങനെയോ അടഞ്ഞുപോയി. ഈ ഉമാ തോമസ് എന്ന് പറഞ്ഞ ആളുടെ ഈ അപകടത്തിൽ ഉണ്ടായത് അതിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സുരക്ഷാ വീഴ്ച, ഇവരുടെ കോൺട്രാക്ട് ഉണ്ടാക്കിയേക്കുന്ന വീഴ്ച, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിനകത്ത് ആർക്കൊക്കെയാണ് വീഴ്ച? അവിടെ വേറെ ആരാണ്? ദിവ്യാണ്ണിയൊക്കെ ചോദ്യം ചെയ്യാൻ പോയിട്ടുണ്ട്. എന്തിനാണോ ദിവ്യാണ്ണിയെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ദിവ്യാണ്ണിയെ വിളിച്ചു വരുത്തി അവള് വന്നിട്ടോ ഡാൻസ് കളിച്ചു. എന്തായിരിക്കും ചോദിക്കാൻ പോണേ? എനിക്ക് തോന്നുന്നു അവസാനം അഭിനയിച്ച സിനിമയെ കുറിച്ചൊക്കെ ചോദിക്കുമായിരിക്കും. വിളിച്ചു വരുത്തിട്ട് എങ്ങനെ വന്നെന്നൊക്കെ ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. ആരാ വിളിച്ചത്, ആര് ബുക്ക് ചെയ്തത്, ഇതിനൊക്കെ വിളിപ്പിച്ചെന്ന് പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ മനുഷ്യൻ വീണത് എന്തുകൊണ്ട്, അതിനെപ്പറ്റിയൊക്കെ ഉള്ള സംസാരം വരട്ടെ. അതിനകത്ത് പറഞ്ഞ വീഴ്ച ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ നടക്കാതിരിക്കാൻ എന്ത് ചെയ്യുമെന്ന് വരട്ടെ. അത് ആരാണ് ഉത്തരവാദിത്തപ്പെട്ടവര്? ഇനി ഇവിടെ പരിപാടി നടക്കത്തില്ലേ? എന്തെല്ലാം പരിപാടി നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും? എത്ര MLA മാർ ഏതെല്ലാം സ്റ്റേജിൽ പോയി നിൽക്കും? അവരെ ഇനി എന്ത് ചെയ്യും? പോലീസിന്റെ ഭാഗത്താണ് വീഴ്ച, അല്ല വേറൊന്നും അല്ല. പോലീസ് അത് ചെക്ക് ചെയ്യണമെന്ന്. പ്രൊട്ടക്ഷൻ പിന്നെ ആരാ കൊടുക്കണ്ടേ? അവിടെ ഇപ്പൊ ഒരാൾ വേറൊരു തരത്തില് അവിടുത്തെ പ്രൊട്ടക്ഷൻ പോരാതെ ആരെങ്കിലും വന്ന് കല്ലെടുത്തെറിഞ്ഞാലോ? അതെ. അപ്പൊ അതുപോലുള്ള ഒരു ആള് ചെല്ലുന്ന സ്ഥലത്തിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് ഇവർ ഒട്ടും കൺസേൺ അല്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ റിബൺ കെട്ടി വെച്ചിട്ട് അകത്തുനിന്ന് വീണെന്ന് പറയുമ്പോൾ അവിടുത്തെ എന്തോ അതെന്താ സാധനം അവിടെ ഇരുന്ന് വെച്ചാൽ അന്ന് കാണണ്ടേ അന്ന് ശരിക്കും അവിടെ പോയിട്ടല്ലേ? പക്ഷെ അത്രയും ബോധമില്ല ഇവർക്ക് ഇതിന്റെ മണ്ടയ്ക്ക് കയറുമ്പോൾ. നമ്മളൊക്കെയാണ് നിൽക്കുന്ന സ്ഥലം നോക്കത്തില്ലേടോ അറ്റ്ലീസ്റ്റ്. എടോ ഹൈറ്റ് ഉള്ളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ താൻ അതിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇതിന്റെ എഡ്ജിലേക്ക് പോകത്തില്ലേ? അപ്പൊ നമുക്കൊരു പേടിയുണ്ടാവും. അത് അടുത്ത് നിന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നോക്കുന്നത്. ഒരു കാരണവശാലും അവിടെ ഇനി എന്തെങ്കിലും കമ്പി വെച്ചിട്ടുണ്ടെന്ന് പിടിച്ചു നോക്കും. ഞാൻ ആ ലുലുവിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചാരി നിൽക്കുന്ന പിള്ളേരെ കാണുമ്പോൾ എനിക്ക് പേടിയില്ല. ഞാൻ അത്ര അടുത്ത് പോയി നിൽക്കത്തില്ല. കാരണം ഇത് ചിലപ്പോൾ ഒരുപാട് വെയിറ്റ് വന്നിട്ട് ഇത് വീണാലോ അങ്ങനത്തെ ബോധമൊന്നും ഇവർക്കില്ല. ഇവിടെയുള്ളവർക്ക് ആ ലുലുവിലെ പരിപാടി നടക്കുമ്പോൾ കണ്ടാൽ അറിയാം. എല്ലാം കൂടെ ഏതെങ്കിലും നടൻ വന്നു കഴിഞ്ഞാൽ ഇതിന് മൂന്ന് നിലയിലും ഈ സൈഡിൽ ആ ഒരു കമ്പിയുടെ സ്ട്രെങ്തിൽ അത് നല്ല ബലത്തിലാണ് വെച്ചേക്കുന്നത്. അവത്തെ വന്ന് മുഴുവൻ വെയിറ്റും കൊടുത്ത് നിൽക്കുന്നതാണ്, ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്നതാണ്. ഈ പൊട്ടന്മാർ എന്തെങ്കിലും ഒരു ദിവസം അത് ഏതെങ്കിലും ഒരെണ്ണം പൊളിഞ്ഞ് വീഴും, ഒരു സംശയം വേണ്ട. അപ്പൊ കിടന്നുകൊണ്ട് ബഹളം വെക്കുമായിരിക്കും. ഇനി ലുലു കൂട്ടിക്കുമായിരിക്കും. ലുലു കൂട്ടിക്കാൻ പറ്റത്തില്ല. ഇതെന്താന്ന് അറിയാം, ഇത് ഈ മനുഷ്യര് ഇടപെടുന്ന രീതി അടക്കമുള്ള സകല പരിപാടികളും നമ്മളിവിടെ നാളത്തെ ഉമാ തോമസ് അവിടെ നിന്ന് പരിപാടി കാണുന്നേ ഏത് ഈ ലുലുവില് അവര് ചെന്നിട്ട് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെന്ന്.
ഇവിടെ ഇപ്പൊ ലോകത്ത് മറ്റു പല സ്ഥലങ്ങളിലും മനുഷ്യർ ജീവിക്കുന്നതും അവര് ഈ പറയുന്ന സിസ്റ്റം കൊണ്ടു നടക്കുന്നതും സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പൊ ഒരു രാജ്യം സിസ്റ്റം മനുഷ്യരോട് ഇടപെടുന്നതും മനുഷ്യർ സിസ്റ്റത്തോട് ഇടപെടുന്നതും ഒരു പ്രത്യേക രീതിയിലാണ് കൊള്ളാവുന്ന സ്ഥലങ്ങളിലൊക്കെ. നമ്മൾ ഈ കൊള്ളാവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് മര്യാദയ്ക്ക് നടക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച് ഈ കൊള്ളാവുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അല്ലേ, ഡെവലപ്ഡ് കൺട്രീസ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യർ പോലീസായിട്ട് ഇടപെടുന്നതും ഗവൺമെന്റ് ആയിട്ട് ഇടപെടുന്നതും ഒക്കെ കുറച്ചുകൂടി പൊതുസ്ഥലം അവർ കൈകാര്യം ചെയ്യുന്ന രീതി. അപ്പൊ അത് ആ രീതി കണ്ടിട്ട് നമ്മളത് പഠിക്കാന്നുള്ളതാണ്. അല്ലാതെ അവിടെ അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുത്തെ ഐഡിയ ഇവിടെ എടുത്തു വെച്ച് ജനാധിപത്യം വെച്ചിട്ട് നമ്മൾ മറ്റേ ഊളത്തരം ഇവിടെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തോട്ട് അപ്ഗ്രേഡ് ആവാനുള്ള അതിനകത്തോടെ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. എല്ലാവരും പാലിക്കണം, എല്ലാ മനുഷ്യരും. എടോ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ കുവൈറ്റ് ജീവിക്കുന്ന സമയത്ത് വിചാരിച്ചാൽ നടക്കൂടോ അത്. അതാണ് ഞാൻ ഇതേ രീതി പറയാം. അത് കുവൈറ്റിൽ കൂടെ നമ്മൾ നടക്കുക. എടോ ഞാൻ അവിടെ ഒരു 10-11 കൊല്ലം ജീവിച്ചു. ഞാൻ സ്ട്രീറ്റ്സിൽ കൂടെ ഒക്കെ നടക്കും. ഞാൻ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആളാണ്. അപ്പോൾ എല്ലായിടത്തും ചെന്നങ്ങ് നടക്കും. എതുവഴിയൊക്കെ നടന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റത്തില്ല. അതും ഏത് സമയത്ത് നടക്കുമെന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെയൊക്കെ ഈ പാതിരാത്രിക്ക് എല്ലാം ഇറങ്ങി നടക്കുന്ന പോലെ അവിടെ നടക്കുക. നമുക്ക് ഒട്ടും പേടിക്കണ്ട കേട്ടോ. നമ്മൾ പോലീസുകാരെ പോലും കാണത്തില്ല. ഒരു തരത്തിലുള്ള അക്രമം പ്രതീക്ഷിക്കേണ്ട. പല രാജ്യക്കാർ, ശ്രീലങ്കയും പാകിസ്ഥാൻകാരൊക്കെ ഉണ്ട് അവിടെ. എന്നാൽ പോലും നമ്മൾ പേടിക്കണ്ട. പാകിസ്ഥാൻ നമ്മളെ മറ്റേ തീവ്രവാദികളൊക്കെ ഉള്ള രാജ്യമല്ലേ. പാകിസ്ഥാനികൾ സൂപ്പറാണോ, നല്ല മനുഷ്യരാണ്, നമ്മളോട് ഏറ്റവും നല്ല സ്നേഹത്തെ ഇടപെടുന്നവരാണ്. എനിക്ക് ഒത്തിരി അടുത്ത സുഹൃത്തുക്കളുണ്ടാകുന്നു പാകിസ്ഥാനികൾ ആത്മാർത്ഥമുള്ളവരാണ്, ധൈര്യമുള്ളവരാണ്. അവന്മാർ നമ്മളെ ചതിക്കത്തില്ല എന്നാണ്, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇന്ത്യൻസിനോട് പ്രത്യേക താല്പര്യം അവർക്ക്, അതുപോലെ തന്നെ എനിക്കും. ഞങ്ങൾ പരസ്പരം നല്ല കമ്പനിയാണ്. ഭായിജാനാണ്. എൻ്റെ ടാക്സിയൊക്കെ ഉള്ളത് ഞാൻ ഇവൻ്റെ കൂടെ പോകത്തുള്ളൂ. കാരണം നമുക്ക് പേടിക്കണ്ട. അധികം പൈസയും മേടിക്കത്തില്ല. ഓവർ പ്രൈസിങ് അപ്പുറത്തെ പരിപാടിയൊന്നുമില്ല. നമ്മളെ തേക്കത്തില്ല. മലയാളിയും ശ്രീലങ്കക്കാരനും തമിഴിനും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, പറ്റിക്കും. ഇതുവഴിയൊക്കെ കറക്കൊണ്ട് പോകും. മറ്റൊരു കറക്റ്റ് പൈസ മേടിക്കത്തുള്ളൂ. ഇച്ചിരി സത്യസന്ധരുവാ, പാവങ്ങളുവാ. നമ്മുടെ കമ്പനിയിലാണെങ്കിലും ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരു പാകിസ്ഥാനി ഉണ്ടല്ലോ, പാകിസ്ഥാനി കട്ട പണിയെല്ലാം പാകിസ്ഥാനി എടുത്തോളും. അവരോട് പറഞ്ഞാൽ പണി ചെയ്തിട്ട് പോരും. അല്ലാതെ അവർ വേറെ അതിനകത്ത് അഭ്യാസം ഇറക്കാൻ നിൽക്കത്തില്ല. പറ്റിക്കൽ കുറവാണ്. എൻ്റെ ആയിക്കോട്ടെ, കള്ളന്മാരും ഉണ്ടില്ലെന്നല്ല. പാകിസ്ഥാനികൾ കള്ളന്മാർ ഇഷ്ടം പോലെ ഉണ്ട്, അവർ കള്ളന്മാരും ഉണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് പൊതുവേ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു സാധനം അവരുടെ കയ്യിലുള്ളതുണ്ട്. അതുണ്ട്, അതെന്തോ ഉണ്ട്. അവരുടെ ചിലർ കൂടുതൽ പേർക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മളിവിടെയും കള്ളന്മാരുണ്ട്, അവിടെയും കള്ളന്മാരുണ്ട്. പക്ഷെ മര്യാദ എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് നമ്മളൊക്കെ കൂടുതലുണ്ട്. തേപ്പ് പരിപാടികൾ കുറവാണ്. ജോലി ചെയ്യുന്നിടത്ത് ആത്മാർത്ഥത കാണിക്കും. നമ്മളുമായിട്ട് ഇടപെടലിൽ അരിവെപ്പില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ നടപ്പ്, യാത്ര, എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഞാൻ അധികം ശ്രദ്ധിക്കാതെ നടക്കുന്നത്. എൻ്റെ കാലെപ്പോഴും തട്ടും എവിടെയെങ്കിലുമൊക്കെ. നമ്മളിവിടെ ഉള്ളപ്പോൾ എൻ്റെ ഈ തള്ളവലിൽ ഇങ്ങനെ ഇളകളായി പോയി. ഞാൻ ഷൂ ഇടാതെ നടക്കത്തേ ഇല്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ തട്ടിയത് വളരെ കുറവാണ്. കാരണം ഫുട്പാത്ത് ആവട്ടെ, റോഡാവട്ടെ, നമുക്ക് കണ്ണും പൊട്ടി നടന്നാൽ പോലും ഒരു സാധനം വെറുതെ തട്ടത്തിലിടും. ഞാൻ തമാശ പറയല്ല, ചുമ്മാ ഒരു പോസ്റ്റ് ചെന്ന് ഇടിക്കത്തില്ല. നമ്മള് ഇതുവഴി നടന്നു പോകുമ്പോൾ വേണ്ടാത്തൊരു സാധനം അവിടെ വരത്തില്ലെന്നേ. അങ്ങനെ ഒരു ഐറ്റം അവിടെ ഇല്ല. മനസ്സിലായി? ഫുട്പാത്ത് നല്ല ക്ലിയർ ആയിരിക്കും. ടൈല് പോലും പൊങ്ങി നിപ്പുണ്ടാകത്തില്ല. ഫുട്പാത്ത് നടക്കാനുള്ള ആളല്ല, അല്ലാതെ ആളെ കൊല്ലാനല്ലല്ലോ. ഇവിടുത്തെ ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ താഴെ നോക്കി നടക്കണം. താഴെ മാത്രം നോക്കിയാൽ പോരാ, സൈഡിൽ കൂടെ ഒക്കെ വണ്ടി വല്ലതും ഒന്ന് പുറയുന്നു ഇടിക്കുന്നുണ്ടോന്ന് വരെ നോക്കണം. എനിക്ക് വേറൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ മറ്റേ ഈ പോക്കറ്റ് അടിക്കുന്നുണ്ടോ നോക്കണം. ഇവിടെ ഈ പറയുന്ന ഫുട്പാത്ത് ഇങ്ങനെ പോകുന്ന ഏരിയ ഉണ്ടല്ലോ, അത് ഈ മറ്റേ ഈ ഓടയുടെ മുകളിലൂടെ ഒക്കെയാണ് ഫുട്പാത്ത്. ചിലപ്പോ കുഴി വീഴും അല്ലേ? സത്യം. ഞാനിത് നോക്കിയില്ല, പണി കിട്ടും. എനിക്ക് 2 പ്രാവശ്യം കാല് തട്ടിയപ്പോഴാണ് പിന്നെ എനിക്ക് ആ പഴയ ഓർമ്മ വന്നത്. ഇടാ, ഞാൻ പണ്ട് ഈ കേരളത്തിൽ കൂടെ നടക്കുന്ന എനിക്ക് ഓർമ്മ വരുക. കാരണം നടപ്പ് പിന്നെ കുറഞ്ഞു, പൊതുവേ റോഡിൽ കൂടെ ഉള്ള അലഞ്ഞിരിഞ്ഞുള്ള നടപ്പൊക്കെ കുറഞ്ഞു. കാരണം ഗൾഫിൽ നിന്ന് അവധിക്ക് വരുന്ന 2 മാസം കൊണ്ട് എന്ത് നടക്കാനാ? അങ്ങനെ ഒരു 11 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് സ്ഥിരമായിട്ട് ഇത് നടക്കേണ്ട ആവശ്യം വന്നപ്പോഴാണ് മനസ്സിലായത് പ്രശ്നമാണ്. 2 സൈഡ് നോക്കണം, മുകളിലോട്ട് നോക്കണം, താഴെ നോക്കണം. നമ്മൾ 360 ഡിഗ്രി ആംഗിളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. മറ്റിടത്താണ് നമ്മൾ ഒരു സ്ഥലത്തോട്ട് ശ്രദ്ധ കൊടുക്കണ്ട. കണ്ണും പൊട്ടി അങ്ങ് നടന്നു. ഫുട്പാത്ത് കഴിഞ്ഞു, നേരെ ഇത് വരുവാണ് സീബ്ര ക്രോസ്. സിഗ്നൽ കാണുമ്പോൾ അങ്ങ് പൊക്കോ. ഇവിടെ അതാണോ? ഇവിടെ ആൾക്കാർ സിഗ്നൽ കാണുമ്പോൾ അല്ല പോകുന്നത്. ഇവിടെ പച്ച കത്തി കിടക്കുമ്പോഴാണ് പോകുന്ന ആൾക്കാർ. റെഡ് ലൈറ്റ് ഇല്ലേ, ഈ റെഡ് ലൈറ്റ് സീബ്ര ക്രോസിങ്ങിനുള്ള സാധനം, അതായത് സീബ്ര ക്രോസിൽ ഇവിടുത്തെ ആൾക്കാർ തെറ്റാണ്. ഇവന്മാർ പച്ച കത്തി കിടക്കുമ്പോൾ സീബ്ര ക്രോസ് കൂടെ ക്രോസ് ചെയ്യും. അതൊക്കെ ചെയ്യും. പിന്നെ വേറെ സാധനം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ റെഡ് ലൈറ്റ് വീണ് കഴിഞ്ഞാലേ ആ അപ്പുറത്തെ ലൈറ്റ് അത് കഴിഞ്ഞേ ഓൺ ആവുള്ളൂ. ഏത് മനസ്സിലാവോ? ഇവിടെ അപ്പുറത്ത്. അപ്പൊ ഈ റെഡ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീഴാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലും കൂടി ഒരു വണ്ടി. അതുമല്ല,
അപ്പുറത്തെ സിഗ്നൽ നോക്കിയിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കളയും, പച്ച കത്തുന്നതിന് മുമ്പ്. എന്തൊരു ടെക്നിക്ക്. റെഡ് ലൈറ്റ് ഗ്രീൻ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകിൽ ഹോൺ അടിക്കും, അപ്പൊ തന്നെ ഹോൺ അടിക്കും, വെറുതെ അടിക്കുക. മുമ്പിൽ നിൽക്കുന്നവൻ അവിടെ പാർക്ക് ചെയ്തേക്കുന്നതല്ലേ, എന്തൊരു മനുഷ്യനാണ്, പൊട്ടനൊക്കെയാണോ ഈ ഹോൺ അടിക്കുന്ന? ഹോൺ അടിക്കുന്ന പൊട്ടനാടോ? ശ്രദ്ധിച്ചറിയാം. അവനെ കൂടെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഭാര്യയും അവന്റെ മക്കളും ഒക്കെ അറിഞ്ഞിരുന്നോ ഈ വണ്ടി ഓടിക്കുന്നതിന് തന്തയാണേലും ഭർത്താവാണെങ്കിലും കാമനാണെങ്കിലും പൊട്ടനാ ഹോൺ അധികം അടിക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ ഹോൺ അടിക്കേണ്ട ആവശ്യമില്ല. പുറകെ കിടന്ന് ഹോൺ അടിച്ച് ആൾക്കാരെ വെറുപ്പിക്കുന്ന ആളിയന്മാര് മുഴുവൻ എന്തോ റിലേക്ക് എവിടെയോ ഒരു കുഴപ്പമുള്ള ആൾക്കാരാ. എല്ലാം ചെയ്യത്തില്ല. ഞാൻ ചെയ്യുന്ന ഒരിക്കലും ചെയ്യത്തില്ല. എന്റെ ഹോൺ അടിക്കാതെ പരിപാടി എവിടെ വേണേലും ഞാൻ അവതരിപ്പിക്കാം. കേരളം മുഴുവൻ വണ്ടി ഓടിച്ച് ഹോൺ അടിച്ചിട്ടില്ല അധികം. ആവശ്യമുള്ള ചില സ്ഥലങ്ങൾ വളരെ കുറച്ച് പ്രാവശ്യം ഹോൺ അടിച്ചിട്ടുള്ളൂ. ഈ ഹോൺ അടിക്കുന്ന മെഷർ ചെയ്യുന്ന എന്തെങ്കിലും വല്ല എക്യുപ്മെന്റ് വല്ലതും പിടിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ഹോൺ അടിച്ചാൽ പെറ്റി അടിക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പോലീസുകാർ വേണേൽ അതിന് പെറ്റി അടിക്കും, കൊള്ളാവുന്നൊരു പരിപാടി ആയിരിക്കും. ചുമ്മാ ഹോൺ അടിച്ചെന്ന് പറഞ്ഞ് പെറ്റി അടിക്കും. ആ പ്രൈവറ്റ് ബസ്സുകാർക്ക് പ്രത്യേകിച്ച് എന്തിനാ ഇവന്മാർ ഹോൺ അടിക്കുന്നതെന്ന് അവർക്ക് അതെ, പ്രൈവറ്റ് ബസ്സുകാർ എന്തിനാ ഹോൺ അടിക്കുന്നത്? ഇതൊന്ന് വട്ടോ. വേറെ കാര്യമുണ്ട്, ഈ പണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ നമ്മള് ഒന്നും ഡ്രൈവിംഗ് പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിലല്ലല്ലോ, നമ്മൾ ഓടിച്ച് പഠിക്കുകയായിരുന്നു. ഈ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിച്ചവരും അങ്ങനെ പഠിപ്പിച്ചവരും ഒക്കെ വളവ് വരുമ്പോ ഹോൺ അടിക്കണം പഠിപ്പിച്ചിട്ടുണ്ട്. അവരത് ഫോളോ ചെയ്തല്ലേ? അതങ്ങ് ഫോളോ ചെയ്ത ആളുകളുടെ ബാക്കിയാണ് ഈ നടക്കുന്ന മുഴുവൻ. മനസ്സിലാവുണ്ടോ? അപ്പൊ വളവില് ഹോൺ അടിക്കാൻ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചവർ ഇവിടെ റോട്ടിലുണ്ടോ? മാത്രമല്ല ഈ ഓവർടേക്ക് ചെയ്യുമ്പോ ചെറുതായിട്ട് വേണമെങ്കിൽ അയാളെ ഒന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കീ നിന്ന് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതങ്ങനല്ല, പുറയുന്ന ഹോൺ അടിച്ചടിച്ചടിച്ചടിച്ച ഓവർടേക്ക് ചെയ്യുന്നത്. എന്തിനാ അങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നത്? സ്പീഡ് കൂടുതലാണോ അങ്ങ് പൊക്കോണം. ആരെ ഇങ്ങനെ വന്ന് ഇടിക്കാൻ വരുന്നേ? അങ്ങനെ വല്ലതും കാണിക്കുന്നുണ്ടോ ഒരു ഹോൺ കൊടുക്കണം, ശരിയാ. പക്ഷെ അല്ലാത്ത പക്ഷം വേണ്ട. ഈ പോട്ടെ, ഈ വൺ വേ ആണെങ്കിലോ അവിടെയും പുറകെ ഒന്ന് ഹോൺ അടിക്കേണ്ട ആവശ്യമുണ്ടോ? അയാളെ ഓവർടേക്ക് ചെയ്യണമെന്ന് ഓവർടേക്ക് ചെയ്യുക. പിന്നെ ഒരാൾ വണ്ടി നിർത്തി ഉടനെ പുറകെ കിടന്ന് ഇങ്ങനെ ഹോൺ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിക്കോട്ടെ, അയാളുടെ ആവശ്യമല്ലേ. അയാളത് ചിലവന്മാര് വെറുതെ കിടന്ന് അടിക്കാൻ തോന്നും. ഈ വണ്ടിയുടെ പുറകിൽ എഴുതി വെച്ചത് കണ്ടിട്ടില്ലേ, പ്ലീസ് ഹോൺ? അതും അടിച്ചു വെച്ചു, സൗണ്ട് ഹോൺ ഒക്കെ കഴിഞ്ഞിട്ട് സൗണ്ട് ഹോൺ. അത് ശരിയാണ്. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് കിടക്കുന്നത്. അറേഞ്ച് ആയിട്ടുള്ള അങ്ങനെയാ നമ്മുടെ ഒരു സോഷ്യൽ. ഈ ഹോൺ അടി ഗൾഫിലോ മറ്റ് ഡെവലപ്പ് കൺട്രീസിലോ ആണ് തെരുവിളി ആണെന്ന് വിചാരിച്ചു അവർ ഇറങ്ങി വന്ന് നമ്മളടിക്കും. അവന്മാര് ഹോൺ അടിക്കുന്നത് അന്തയ്ക്ക് വിളിക്കുന്ന പോലെ. അതെ അതെ, അങ്ങനെ അതാണ് പറഞ്ഞത്. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാർ. ആ സ്റ്റാൻഡേർഡ് ഇല്ലായ്മ പോലീസിന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ബസ്സുകാർ ഇങ്ങനെ അടിക്കുന്നതിനും അല്ല അനാവശ്യമായിട്ട് ഹോൺ അടിക്കുന്നതിന് പിടിക്കുക. ആ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക ആൾക്കാരുടെ. അപ്പൊ പോലീസുകാർ അതിലും കൂടുതൽ ഹോൺ അടിക്കും. അതായത് ഈ PSC എഴുതിയിട്ട് പോലീസ് കിട്ടാതെ പോയാൽ ഈ ബസ് ഓടിക്കുന്നത്. തനിക്ക് മനസ്സിലായോ? അകത്തിരിപ്പുണ്ട് ഹോൺ അടിച്ചോണ്ട്. അവിടെ നിന്ന് അടിക്കും. മാത്രമല്ല ഇവര് വേറെ രാജ്യത്ത് പോയിട്ടുണ്ട്. ഇവിടുത്തെ പോലീസുകാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇവര് ജോലി ഈ പരിപാടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാണിച്ചാൽ കൊടുക്കണം. അവര് ഒരിക്കലും വിദേശ രാജ്യം കണ്ടിട്ടില്ല, അവിടെ ജീവിച്ചിട്ടില്ല. കേരളത്തിന് ഇട്ടാവട്ടം ഈ പറഞ്ഞ സിലബസ് മനസ്സിലായില്ലേ? ഇതല്ലാതെ ഒരു വെണ്ട അറിയത്തില്ല, ലാംഗ്വേജ് അറിയത്തില്ല. മലയാളം അല്ലാതെ ഒരു പഴം അറിയാത്തവന്മാരാ കൂടുതലെണ്ണോ. വിവരക്കേടാ മനസ്സിലായി. പിന്നെ മോഹൻലാലിന്റെ ഫാൻസും എല്ലാം കൂടെ തികയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ നാടിന്റെ ഗതികേട് താനെന്ന് ആലോചിച്ച് നോക്ക്. ഇവര് നല്ലൊരു സ്ഥലം കണ്ടിട്ടില്ല, നല്ല സിനിമ പോലും കണ്ടു കാണത്തില്ല. താങ്കണൊക്കെ തില്ലം പാട്ട് അവരുടെ ഈ ജീപ്പിനകത്തൊക്കെയുള്ള പാട്ട് കേൾക്കണോടോ. ഇവർ കേൾക്കുന്ന പാട്ടുകൾ ഇവിടുത്തെ ഏറ്റവും തറപ്പാട്ടെല്ലാം അതിനകത്ത് കാണും. അതാ സ്റ്റാൻഡേർഡ്. മനസ്സിലാവുന്നുണ്ടോ എനിക്ക്? അതിനൊരു കുഴപ്പമുണ്ട്. അവർക്കിത് കണ്ടാൽ മനസ്സിലാവുമോ? ഇവർ ഈ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇത് തെറ്റിക്കുന്നുണ്ട്. ഇവർക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം എന്തുവാ? അവർക്കിതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. വൃത്തി വേണ്ടേ? എടോ, പോലീസ് സ്റ്റേഷനിൽ കയറി ഞാൻ കണ്ടതാ, നിരത്തിയിട്ടേക്കുന്നു പേപ്പറുകൾ കെട്ടായിട്ട് മൂലയ്ക്കും അവിടെ ഇവിടെ ഒക്കെ എടുത്തിട്ടേക്കുന്നു. ഒന്നും ഒരു അടുക്കിപ്പറക്കില്ല. മനസ്സിലായി? ഭയങ്കര വൃത്തിയോട് വേണേ. ഇപ്പോൾ വേണേൽ നമുക്ക് ഏതെങ്കിലും സ്റ്റേഷനിലോട്ടൊന്ന് വെറുതെ ക്യാമറയായിട്ട് കയറി നോക്ക്. അതൊരു ഓഫീസും കൂടെ ആണല്ലോ ശരിക്കും പറഞ്ഞു. പേപ്പേഴ്സ് ഇരിക്കുന്നത് അതുകൊണ്ടാണല്ലോ, അല്ലാതെ പ്രതികളെ പിടിച്ച് ചുമ്മാ ഭീഷണിപ്പെടുത്താനാണോ അവരിരിക്കുന്നത്? അല്ല, ഇത് ചെയ്തേക്കുന്ന കാണണം. ഫയലിങ്, കമ്പ്യൂട്ടറൊക്കെ പൊടി പിടിച്ചിട്ട് കുറേ എണ്ണം വട്ടം കൂടിയിരുന്ന് എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. കലിപ്പ് കാണിക്കാൻ അറിയാം. എല്ലാവർക്കും ഭയങ്കര ദേഷ്യവും ഭയങ്കര അതൊക്കെ നല്ലപോലെ അറിയാം. അതൊക്കെ ഏത് പട്ടിക്കും പറ്റൂടാ. ഈ മറ്റേ കൂട്ടിൽ അടച്ചിട്ട് വളർത്തിയ പട്ടി ഇത് തന്നെ കാണിക്കും വീട്ടിൽ ചെന്ന്. ഉള്ള കാര്യമാണ്, ഞാൻ തമാശ പറഞ്ഞല്ലോ. താനൊരു പട്ടിയെ കൂട്ടിൽ അടച്ചിട്ട് വളർത്ത്, അത് വീട്ടിൽ വരുന്നവരെല്ലാം കുരയ്ക്കാനും കടിക്കാനും ഒക്കെ ചെല്ലും. അത് വലിയ കഴിവൊന്നുമല്ല, അത് വലിയ കഴിവായിട്ട് കാണുമൊന്നും വേണ്ട. അതൊക്കെ കാണിക്കുന്നതിനെ കാണുമ്പോൾ അതുപോലത്തെ ഏതോ അടച്ചിട്ട് വളർത്തിയ പട്ടിയെ പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇങ്ങനെ കാണിക്കത്തില്ല പട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ബിഹേവ് ചെയ്യാൻ എന്ത് പാട്. അതത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി.
മനുഷ്യരെ കണ്ടിട്ടില്ലാത്ത പോലെ. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് ഇതിനകത്ത്. ചെല്ലുമ്പോ തന്നെ ചാടും, കൊരയ്ക്കുകയൊക്കെ ചെയ്യും, കടിക്കാനും വരും. എനിക്കറിയത്തില്ല, എന്തിനാന്നറിയത്തില്ല, ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ പല കേസുകൾ നമുക്ക് ചിലരെ ആവശ്യമുണ്ട്, അവിടെ അവന്മാര് ചെയ്യത്തുമില്ല. ഡീസന്റ് ആയിട്ട് നിൽക്കും അവിടെ. അങ്ങനെ നിന്നില്ല പോലും ചിലര് അങ്ങനല്ല ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ആൾക്കാരുണ്ട് ഇവിടെ. കുറച്ചുകൂടി റാങ്ക് വേറെയുള്ള പോലീസുകാരുണ്ട്, SP റാങ്കിലൊക്കെ ഉള്ള പോലീസുകാര്, അങ്ങനെയുള്ളവർ കുറച്ചുകൂടി ഈ പറയുന്ന ജനാധിപത്യ ബോധമൊക്കെ ഉണ്ടാവും. ഇവിടെ പരാതി കൊടുക്കാൻ ചെല്ലുന്നവനെ തെറി വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പക്കാർ ഇവിടെ പലരും പറഞ്ഞു നടപ്പുണ്ട്. പരാതി പറയാൻ ചെന്ന അയാളെ ചീത്ത വിളിക്കുക, അയാളോട് മോശമായിട്ട് ഇടപെടുക. ഒന്ന് ആലോചിച്ച് ചോദിക്കുക, എത്രയോ പേര് ഇങ്ങനെ ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കമൻ്റ് ഇട്, ഇങ്ങനെ ചെയ്തിട്ടില്ലേ? ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അങ്ങോട്ട് ചെന്നു, ഉടനെ അവിടെ കിടന്നുകൊണ്ട് അവന്മാർ മിസ്ബിഹേവ് ചെയ്യുന്ന കണ്ടാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലരുതെന്നുള്ള പോലെ. ഇവരുടെ അടുത്തോട്ട് ചെല്ലരുത്, അങ്ങനെ ഇവർ ഇടപെടുന്നത്. പോട്ടെ, നമ്മൾ ചെന്നു ഒരു പരാതി എഴുതി, മെയിൻ സാധനം ഇല്ല, തോക്കില്ല. അതെങ്ങനെയുണ്ട്? എന്റെ മനസ്സിലാക്കിയ കാര്യം കേട്ടോ, ഞാൻ കണ്ടതും കേട്ടതും ഈ പറയുന്നത്. ഞാൻ ചെന്നപ്പോഴും എന്നെ പിടിച്ചോണ്ട് പോയപ്പോഴും നടന്ന രണ്ട് രീതിയിലാണ്. പരാതി ഇത് എപ്പോഴും പറയും, പരാതി ഇങ്ങനെയാണ്. തന്റെ പരാതി എന്തായിരുന്നു? തോക്കുമായി വന്നു ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തി. അത് FIR ഇല്ല, തോക്കില്ല. ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തിയൊന്നും അല്ല, എന്തൊക്കെയോ വന്നിട്ട് അയാൾ പോയി. പരാതി അയാൾ എന്തിനാണോ നമ്മൾ വെറുതെ, എന്തിനാ അയാൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് തുണി പറിച്ചെറിഞ്ഞാക്കി അവർ എഴുതി വെച്ചേക്കും, തുണി എടുത്തെറിഞ്ഞെന്ന്. അതൊരു പ്രശ്നമാണോ? എനിക്ക് തുണി എറിഞ്ഞതിനകത്തൊന്നും ഒരു പ്രശ്നവും തോന്നിയില്ല. പ്രശ്നമാണ്, പക്ഷെ പാടില്ല. സംഭവമൊക്കെ ശരിയാ, പോട്ടെ, അതൊക്കെ അങ്ങ് ക്ഷമിക്കാം. പക്ഷെ തോക്ക് ഇവിടെ പോയി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എഴുതാതെ, അയാളെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാതെ, തോക്ക് തപ്പി 3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിരുന്ന് ചോദിച്ചു എന്തോ പറഞ്ഞിട്ട് പോയെന്ന്. നാണമുണ്ടോ ഇവർക്ക് ഇത് പറയാൻ? എന്നിട്ട് എന്നെ കാണിച്ചത് എന്തുവാ? നമ്മൾ ഇതേപോലെ ഒരു പരാതി കൊടുത്ത ആളാന്നുള്ള പോലും ഇവർക്ക് ഓർമ്മയില്ലെന്ന് എനിക്കറിയാം. മനസ്സിലായോ? എന്നിട്ട് എന്റെ മുന്നിൽ കിടന്നിട്ട് ഡ്രാമ കളിച്ച് എനിക്കിത് കാണുമ്പോൾ എങ്ങനെ തോന്നും? എനിക്ക് എന്തോ ആയിരിക്കും അവരോട് തോന്നിയത്. അവരതെങ്ങനെ ഒന്ന് ചിന്തിക്കണ്ടോ? ശരിക്കും തമാശല്ല, മനസ്സിലായോ? നമ്മളെ പറ്റിയുള്ള എന്തുവാ യൂട്യൂബിൽ എന്തോ പറഞ്ഞെന്ന്, മൈരെന്ന് പറഞ്ഞെന്നോ ഏതാണ്ട്. പിന്നെ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച കഥയൊക്കെ പിന്നെ വൻ കഥയാ. അത് പോട്ടെ, ഇതൊക്കെ കാണിച്ചിട്ടിരിക്കും. തോക്ക് പോയതുപോലെ തന്നെ ഇവർക്ക് തനിക്കെതിരെ ഇട്ട FIR-നകത്ത് ഇവർക്ക് മറ്റേ കലാപം ആഹ്വാനം കേറ്റാനറിയാം. അതും അറിയാം. ശരിയാട്ടോ, അത് മിടുക്കായി പോയി. അത് ഭയങ്കര മിടുക്കന്മാരാണ്. ഒരു മിടുക്കൻ അവിടെ ഉണ്ടാവുന്നല്ലേ, ഒരു ഭയങ്കര മിടുക്കൻ. എന്തൊരു മിടുക്കനാണേ. അതാണ് ഇവര് ചെയ്തത്. പോട്ടെ, പിന്നീട് തോക്കുണ്ടോന്ന് ചോദിച്ചു ചെന്നപ്പോഴേ 1-2 പേരെ വീട്ടിലിരിപ്പുണ്ട് മുറിക്കകത്ത്. അവര് പോയി ന്യൂസ് മീഡിയ വന്ന് കാണിക്കുന്നത് ഇവിടെ ഞങ്ങൾ നോക്കി, ഇവിടെ ഒന്നും തോക്കൊന്നും ഇല്ലെന്ന്. എവിടെയാ നോക്കി? അവിടെ പോയി ഇരുന്ന് സോഫയിൽ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട്. പുറത്ത് മീഡിയക്കാർ നിൽക്കുമല്ലേ, അകത്ത് കുറെ നേരം ഇരുന്ന് ചായ കുടിക്കുമായിരിക്കും, ഇങ്ങനെയൊക്കെ നിൽക്കുമായിരിക്കും. ബാലയുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴേ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അവന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് കാണും. അങ്ങനെയൊക്കെ നിന്നിട്ട് ഇറങ്ങി. കാരണം ഇവർക്കൊന്നും അവൻ്റെ അത്രയും കാശില്ലെന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുമോ? ഇവിടുത്തെ ഇവർ പോകുന്ന പോലീസുകാർക്കൊന്നും വലിയ പൈസ ഇല്ലല്ലോ, ഇവന്റെ അത്രയും കാശില്ലല്ലോ. കാശുള്ളവനാണല്ലോ രാജാവ്. ഇയാൾക്ക് പണ്ട് മറ്റേ ലോകനാഥ് ബെഹ്റയൊക്കെ ആയിട്ട് കമ്പനി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചിട്ട് ഫോട്ടോ ഒക്കെ ഉണ്ട്. ഓൾറെഡി പോലീസിൽ മറ്റു സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, വലിയ വിചാരമാരൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? പിന്നെ പിന്നെ തന്റെ ഈ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. തന്റെ വിഷയം എന്ന് പറയുന്നത് തന്റെ ഈ ഇവിടെ തോക്കായിട്ട് വന്നു എന്ന് പറയുന്നത് ഇവിടെ ഒരു ഭയങ്കര മറ്റേ പോലീസുകാരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടൊരു വിഷയമല്ല. മറ്റേ ഈ അല്ലെങ്കിൽ മറ്റേ അങ്ങറ്റത്തുനിന്നൊക്കെ ഓർഡറൊക്കെ വരും, അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇതെന്താ സംഭവിച്ചത്? ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണഗതിയിൽ നാട്ടിൽ നടക്കുന്ന എന്തോ ഒരു ക്രൈം പോലെ, എന്തോ ഒരു പരിപാടി, ഒരു കള്ളപ്പരാതിയൊക്കെ പോലെ. അവിടെ ചെന്ന് കാണും. അതിനിപ്പോ തോക്കെന്നൊക്കെ പറയാം, തോക്കൊന്നും ഉണ്ടായിട്ടൊന്നും ഉണ്ടാവുന്നില്ല. ഇതിങ്ങനെ കേസിന് വേണ്ടി വെച്ച ഒരു സാധനം പോലെ അങ്ങനെ ആ രീതിയിൽ അങ്ങനെ ഡീൽ ചെയ്തു. തന്റെ കേസുണ്ടോ? മറ്റേത് കലാപാഹ്വാൻ. ആ വീഡിയോ കണ്ടറിയാം, കലാപാഹ്വാനുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് കലാപാഹ്വാനം കണ്ടെത്തി അതിന് വേണ്ടി ഇടപെടാൻ വേണ്ടി അങ്ങ് ഏറ്റവും മുകളിൽ നിന്ന് ഇടപെട്ടു. ഈ പറയുന്ന തന്റെ സ്റ്റേഷൻ പരിധിയിലോട്ട് വിളിച്ചു പറഞ്ഞ് ഇടപെടുന്നു, മേളിൽ നിന്ന് ആളുകൾ ഇടപെടുന്നു, പല ആളുകളുടെ വിളികൾ വരുന്നു, തന്നെ അറസ്റ്റ് ചെയ്യുന്നു, തന്നോട് വരാൻ പറയുന്നു, എന്നിട്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം തന്റെ ഫോട്ടോ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് തനിക്ക് മറ്റേ അത് ഈ കേസ് അന്വേഷിക്കുന്ന CI പറയടേ വേറെ പണി വരുന്നുണ്ടെന്ന്. പിറ്റേ ദിവസം വീഡിയോയില് എന്തൊരു തരം ഇത്രയും മണ്ടത്തരങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ ഒരു കാക്കിയിട്ട ഒരാൾക്ക് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാ, അത് ശരിയല്ല. അതെങ്ങനെ ശരിയാവുന്നു? ഇത്രയും മണ്ടത്തരങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തിനാ സാലറി കൊടുത്ത്? ഇവിടെ നമ്മളല്ലേ സാലറി പേ ചെയ്യുന്നത്? ഞാനും ടാക്സ് അടയ്ക്കുന്ന ആളല്ലേ.
ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ ഇതിപ്പോ ഈ ഇതൊരു നമ്മളൊക്കെ പണിയെടുക്കുന്ന പൊട്ടന്മാരായതുകൊണ്ട് പണിയെടുക്കുന്നതാണോ? പോലീസിനെ ഹയർ ചെയ്യാന്നുള്ള പോലെയാണ് ഇപ്പൊ ഇത്. അതെ അതെ, നമ്മുടെ കാശുണ്ട് നമ്മുടെ അടുത്ത് വരുമോ ഇങ്ങനെ ഓച്ചാനി ചെയ്യിക്കുമോ? എന്നിട്ട് സിനിമ ഈ പറയുന്ന തന്റെ കേസിരിക്കുന്ന സ്റ്റേഷൻ പരിധിയിലെ പോലീസുകാരെ ഹയർ ചെയ്തിട്ട് അവരെ കൊണ്ട് അവർക്ക് ഫോട്ടോ എടുപ്പിച്ചു, മീഡിയക്കാരെ ഹയർ ചെയ്തിട്ട് അതിനകത്ത് ഇടിയിച്ചു, കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചു, ഇതെല്ലാം ചെയ്തു. സിനിമാക്കാരെ പേടിയാണ് ഇവർക്ക്. അല്ലടോ, സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കൊടുത്താൽ എന്തും ചെയ്യുമായിരിക്കും. അല്ല വേറെ കാര്യമുണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ സീൻ പറഞ്ഞാലേ ഇവര് ഈ ഗതികെട്ടവരാണ്. ഇതിനകത്തൊരു ഗതികേടുണ്ട്, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഇതിനകത്തൊരു ഗതികേടുണ്ട്, ഒന്നിനും കൊള്ളാതാവരുത് അല്ലേ? ശരിയല്ലേ? ഇതെല്ലാം ഒരിടത്താ ചെയ്യുന്നത്. ഇവിടെ തോക്ക് തപ്പി തന്നിട്ട് തോക്ക് മണ്ടയ്ക്ക് 2 പേര് ഇരിക്കുവാന്ന് അവര് പാത്തിരുന്നോളാൻ പറഞ്ഞെന്ന്. ബാല അവിടെ കയറി ഇരുന്ന് അങ്ങോട്ടൊന്നും വരത്തില്ലെന്ന്. അപ്പൊ ആ ഇരുന്നാൾ പേടിച്ച്, ഇനി അവിടെ ഇരുന്ന് പോലീസ് എങ്ങാനും വരുമോ ഇരുന്ന് പേടിച്ചിരിക്കുക. കുറേ നേരമായിട്ടും പോലീസ് വന്നില്ല. പോലീസ് പോയി കഴിഞ്ഞപ്പോൾ വാ ഇറങ്ങി വരാൻ. അപ്പോൾ ആ വന്ന പോലീസുകാരന് എന്ത് വിലയാ ബാല കൊടുത്തത്? ബാല പട്ടി വിലയെ കൊടുക്കത്തുള്ളൂ. പക്ഷേ ആ മണ്ടക്കിരുന്നവർക്ക് ഒരു പട്ടി വില ഉണ്ടായി പോയില്ലേ? ഇപ്പം ഞാൻ അവിടെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പട്ടിയാണോ വന്നത്, മനസ്സിലായി? ബാലയുടെ പട്ടി വന്ന പോലെ തോന്നത്തില്ല എനിക്ക്. ഞാൻ മണ്ടക്കിരുന്ന ആളല്ലേ, അങ്ങോട്ട് വന്നു പോലുമില്ല. അപ്പൊ ഞാൻ ബാലയാണോ പോലീസാണോ പവർഫുള്ള്? ബാലയ്ക്കറിയാം ബാല പോലീസിനേക്കാൾ മിടുക്കനാണെന്നും ബാല പോലീസിന് പട്ടി വിലയെ കൊടുക്കത്തുള്ളെന്നും ബാലയ്ക്ക് നല്ലപോലെ അറിയാം. പക്ഷെ ആ മറ്റേ 2 പേരെയും മുന്നിൽ നാണം കെട്ട കാര്യം പോലീസുകാർ അറിഞ്ഞില്ല. അവരെന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ വീണ്ടും പട്ടിയായി, പൊട്ടനുമായി. കാരണം എല്ലാവരുടെ മുന്നിൽ വന്നിട്ട് പറയുവാണ് ഇവിടെ ഇല്ലെന്ന്. സാധനം ആ വീട്ടിലില്ല, പക്ഷെ അത് പിടിക്കേണ്ട സമയത്ത് ആദ്യം പിടിച്ചിരുന്നത് അതുണ്ട്. അത് ഇതുവഴി പോയെന്ന് വരെ പിന്നെ നമുക്കറിയാൻ പറ്റി ആരാ കൊണ്ടുപോയത്, ഏത് ഹോട്ടലിലാണ് ഇരുന്നത്. ഇതിനെപ്പറ്റി എല്ലാം പിറ്റേ ദിവസം തന്നെ ഒരുത്തം വന്ന് ഇവിടെ നിന്ന് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് എവിടെ ഇരിപ്പുള്ളത്, ഇവരെങ്ങോട്ട് പോയെന്നൊക്കെ. അതൊന്നും അവർ കാണത്തില്ല. അവർ യൂട്യൂബിൽ നോക്കുന്ന വേറെയാ. ഞാൻ മൈരെന്ന് പറഞ്ഞാൽ അവർ യൂട്യൂബിൽ നോക്കി അറിഞ്ഞത്. വേറൊരു കാര്യമുണ്ട്, ആലോചിച്ചു. അതായത് ഈ ക്രൈം ഇതൊരു ക്രൈമാണല്ലോ, തന്റെ പരാതി എന്ന് പറയുന്നത് ഭവനവേദനം, വധഭീഷണി, ആംസ് ആക്ടും വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സാധനം ചെയ്ത ഒരാള് ഇവിടെ ഈ സീൻ ക്രൈം സീനിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് എന്താ? ഇയാളൊരു ഹോട്ടലിലേക്കാണ് പോയത്. അത് ഒരാളെ തടങ്കലിലാക്കി. അതിന് വേറെ പരാതി കൊടുക്കണം, അത് വേറെ വിഷയം. ഇനിയിപ്പോ അതിലോട്ട് പോകണില്ല. അപ്പൊ ഇവര് പോയതൊരു ഹോട്ടലിലേക്കാണ്. ഈ ഹോട്ടലിൽ പോലീസ് അന്വേഷണം നടത്തിയോ? ഹോട്ടലിൽ പോയിട്ടൊന്നുമില്ല. അതാ പറഞ്ഞത്. അവർക്ക് അത് അന്വേഷിക്കുമല്ലോ അവർ ചെയ്യുന്നത്. ഇതിനകത്ത് രസം എന്താ പറയാ, അതായത് ഇതിനകത്ത് രസം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാല ഈ ക്രൈം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന സ്റ്റേഷനിലോട്ടൊക്കെ എല്ലാരും വിളിച്ച് പൈസ കൊടുത്തു കാണും. ബാല എന്ത് ചെയ്തു? ബാലയുടെ വഴിക്കൊക്കെ പോയി, അതൊക്കെ കഴിഞ്ഞിട്ട് ബാലയുടെ വീട്ടിലും പോയി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ക്രൈം ചെയ്ത ബാല എവിടെ ഉണ്ടാവും? പോലീസുകാര് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ബാല എവിടെ ഉണ്ടാവും? ക്രൈമിന് ശേഷം ബാല എവിടെ പോയി? ബാല വീട്ടിൽ കാണുമല്ലോ. എന്നാ നമുക്ക് വീട്ടിൽ പോയി തോക്ക് അന്വേഷിക്കാം. ബാല ക്രൈം കഴിഞ്ഞ് തോക്കുകൊണ്ട് വേറെ വഴിക്ക് പോയായിരുന്നു. ആ വഴിക്ക് ഒരു അന്വേഷണവും ഇല്ല. അവിടെ ആര് വന്നു പോയി, ആരൊക്കെ വന്നിരുന്നു, ആരെ കണ്ടു, അങ്ങോട്ടൊന്നും പോയ മീഡിയയും ഒന്നും കണ്ടിട്ടില്ല. അവർ വീട്ടിൽ പോയി 3 ദിവസം കഴിഞ്ഞപ്പോ ബാലയെ വീട്ടിൽ പോയി കണ്ടെത്തി വീട് തപ്പുന്നു. വീണ്ടും തപ്പിയിട്ടില്ല. അല്ല, തപ്പുന്നു എന്നാണല്ലോ പറയുന്നത്. ചോദിച്ചു തോക്കുണ്ടോന്ന്. ബാല പറഞ്ഞു ഇല്ലെന്ന്. ഇങ്ങനെയായിരിക്കും ചോദിച്ചു, സാർ തോക്കുണ്ടോ? നിങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല. അയ്യോ സോറി, ഞാൻ തോക്കില്ല, അവൻ തോക്കട്ടെ എന്ന് പറഞ്ഞ പോലീസുകാർ ഇറങ്ങി പോകുന്നതാണ്. ഈ കാണിച്ച പോലീസുകാരനാണ് നമ്മുടെ അടുത്ത് ഈ വലിയ ഡയലോഗ് അടിച്ചത്. എന്തോ സാധനം ചെയ്യാൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ശരിയാ, അവരെ കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ കാര്യമുണ്ട്. ഇനിയിപ്പോ ഈ ബാല എങ്ങനെ ഇരുന്ന് പറയല്ലോ, ഞാൻ തോക്കില്ല, അവൻ തോക്കട്ടെ എന്ന് പറഞ്ഞാണ്. പിന്നെ ഈ ചിലപ്പോ ചെന്ന പോലീസുകാരനെ ഇതിനെയൊക്കെ ഇനിയിപ്പോ ചോദ്യം ചെയ്ത് സമയങ്ങളാണ് കാര്യമൊന്നുമില്ല. ഇതൊക്കെ അങ്ങനല്ലല്ലോ, ബാക്കിയുള്ളിടത്ത് അതല്ലല്ലോ. ശരിയാണ്, ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഓച്ചാനിക്കലും തൊഴിൽ വണങ്ങലും. പക്ഷെ ഓച്ചാനിക്കലുണ്ട്. രണ്ടാമത്തെ സ്റ്റേഷനിൽ ചെന്നപ്പോ ഒരു പോലീസുകാരൻ ഓച്ചാനിക്കുന്നുണ്ട്. അതാണ് എങ്ങനെയാണോ അങ്ങനെയൊക്കെ നിക്കാൻ പറ്റുന്നേ? എങ്ങനെയാണോ നമ്മൾ ചില സിനിമയിൽ കാണില്ലല്ലോ. നമ്മളാരും നിൽക്കുവോ? ഈ പട്ടി ആരും വില കൊടുക്കുവോ? ഈ പാടിനെ ബാല വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത വെളിവില്ലാത്തൊരുത്തൻ. മോഹൻലാൽ വന്നാലും ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. മോഹൻലാൽ ആര് വന്നാലും നിൽക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ മറ്റേ പിണറായി വിജയൻ വന്നാലും എന്തിനാ ഇങ്ങനെയൊക്കെ നിൽക്കുന്നേ? ബ്രഹ്മയുഗം സിനിമയില് മറ്റേ ഒരു പാണൻ വരുമല്ലോ. പാണൻ വന്ന് ഇയാളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കില്ലേ? അതുപോലെ തല പൊക്കി നോക്കാൻ പേടിയാ. ഏത് ഇങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ നേരെ നോക്കാൻ പോലും പാടില്ല. അപ്പൊ അങ്ങനത്തെ ആ റോളിലാണ് ഇവര് നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയുണ്ട്.
അതായത് ജാതി, ഇവരുടെ ജാതി ഒന്നും അല്ല, ജാതിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഇവരുടെ പൊസിഷൻ, ആളുകളുടെ മറ്റേ സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള പൊസിഷനൊക്കെ വെച്ചിട്ട് പൈസ ഉള്ളവനോട് ബഹുമാനമാണ്. എന്തെങ്കിലും കൊടുക്കുമായിരിക്കൂടാ. ബാല എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തു കാണത്തില്ല അവർക്ക്, അല്ല അവർ വെറുതെ വിടുവോ? നല്ല കളിയായി. ബാല നല്ലപോലെ പൈസ അന്ന് കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ വെച്ചൊക്കെ ഓരോരുത്തർക്ക് കൊടുത്താണ്. ഒരാൾക്ക് 5,000, ഒരാൾക്ക് 10,000, ഒരാൾക്ക് 25,000. അതിൽ കൂടുതൽ കൊടുക്കത്തില്ല. മാക്സിമം 15 ആയിരിക്കും. അങ്ങനെയാണെന്നാ തോന്നുന്നത്. അതിൽ കൂടുതൽ ബാല കൊടുക്കത്തില്ല. ചാരിറ്റി പോലും 10,000 കൊടുക്കുന്നത്. എല്ലാവർക്കും ചെക്ക് കൊടുക്കുക 10,000. അവന്റെയൊക്കെ മുന്നിൽ ഇത്ര ഇവനൊക്കെ എന്ത് നല്ലൊരു നടനാണെ കൊള്ളാം, എല്ലാ ബിഹേവിയർ അറിയാവുന്ന മാന്യനായിട്ട് ജീവിക്കുന്ന തരത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ കാണിച്ചു കൊടുക്കുന്ന മൊത്തം പോക്കൃത്തരം അവന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാ? എനിക്ക് എന്തോട് വിദ്യാഭ്യാസം ഉണ്ടോ? ഇവരൊക്കെ തമ്മിൽ സംസാരിച്ചാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. കാരണം ഈക്വലി മറ്റേ IQ ലെവലൊക്കെ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് മറ്റവർക്ക് ഇത് മനസ്സിലാകത്തില്ലായിരിക്കും. ശരിയാ, അത് മനസ്സിലാകത്തില്ല. അതും ശരിയാണ്. ഞാനിവിടെ ഒരു എത്ര മണിക്കൂർ സംസാരിച്ചാലും ഇവർക്ക് മനസ്സിലാകത്തില്ല. എനിക്ക് നല്ലപോലെ മനസ്സിലായി. കാരണം ഇവർക്ക് പിടികിട്ടുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി. സിദ്ദിഖ് വിളിച്ചു, ലാലേട്ടൻ വിളിച്ചു എന്നൊക്കെ പറയുമ്പോ തന്നെ ആലോചിച്ചു. ശരിയാണ്, ലാൽ സാർ വിളിച്ചു, ഒരു CA ലാൽ സാർ വിളിച്ചു, സിദ്ദിഖ് ഇക്ക വിളിച്ചു എന്നൊക്കെ മീഡിയയിൽ പറയുവാ. അത് കേൾക്കുമ്പോ തന്നെ താൻ അറിഞ്ഞില്ലായിരുന്നല്ലേ? അല്ല, ഞാനത് പിന്നെ കാണുന്നത്. കഴിഞ്ഞ ഞാനത് കാണുന്നില്ലോ. വീഡിയോ നമ്മൾ പിന്നല്ലേ കാണുന്നത്. ഞാൻ പിന്നല്ലേ കാണുന്നത്. എന്റെ ഫോട്ടോ എടുത്തിട്ടെന്നും ഇങ്ങനെ സാറുണ്ടെന്നും ഇക്ക ഉണ്ടെന്നും ഒക്കെ അപ്പോഴല്ലേ അറിയുന്നത്. പക്ഷെ ഇവരുടെ പരിപാടി കണ്ടാ അറിയാം. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിപ്പോ മോഹൻലാലിന് വേണ്ടി തൊഴിലെടുക്കുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പിന്നെ ഇവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമുള്ളൂ. ഇവര് കേൾക്കത്തൊന്നുമില്ല. അവർക്ക് കേട്ടാലും മനസ്സിലാകത്തില്ല. അത് ഒത്തിരി സംസാരിച്ച് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. അവർക്ക് പിടികിട്ടുന്നില്ല. മനസ്സിലാകുന്നവരും ഉണ്ടാവും, മനസ്സിലാകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ ഇടപാട് നടത്തുമ്പോൾ അവരങ്ങനെ ഇടപെടത്തില്ല. അപ്പൊ ഈ ചിലർക്കേ അത് ഇടപാട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അവരാ ഇടപാട് ചെയ്യുന്നുണ്ടാന്ന് അത് നമുക്ക് കണ്ടാ അറിയാം. ആരാ ഇടപാട് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ബാക്കിയുള്ളവരൊന്നും അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല. ആ കേസിൽ അവർക്ക് താല്പര്യമില്ല. അല്ല, അന്നത്തെ ദിവസം ഇതിന്റെ വട്ടം നടക്കാൻ താല്പര്യമില്ല, ഇതിന്റെ ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല. ഒരുപാട് മറ്റു പോലീസുകാരുണ്ടല്ലോ. ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ 4-5 പേരെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇത് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ മോഹൻലാലിന്റെ ഫാനോ അല്ലെങ്കിൽ സിദ്ദിഖിന്റെ ഈ നക്കാപ്പിച്ച പറ്റിയവരോ, എറാമൂളിയോ അടിമയോ എന്തോ ആവാം, അല്ല പിന്നെ വല്ല റോൾ കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഉള്ള എന്താ പറയുക നന്ദിയോ, അതിന്റെ പാലൊക്കെ ഇങ്ങനെ ആട്ടുന്നുണ്ട് ശരിക്ക്. മനസ്സിലായോ? അതുപോലെ പോയി നിൽക്കുമായിരിക്കുമെന്നേ ഇവരുടെയൊക്കെ മുന്നിൽ പോയി ഓച്ചാനിച്ച്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കുവാണേ. പോലീസ് ഞാൻ പറഞ്ഞു, പോലീസ് എങ്ങനെയാണ് മോഹൻലാലിന് താഴെ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇവരോട് തന്നെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഓക്കെ, മോഹൻലാലൊക്കെ പോട്ടെ, അത് വേറെ വിഷയമാണ്. നമ്മൾ വേറെ വഴിമാറി പോയിടോ കുറെ പോയി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേഡിയത്തിലോട്ടാണ് രണ്ടാമത്തെ തവണ സ്റ്റേഡിയത്തിലോട്ട് തിരിച്ചു വന്നത്. സ്റ്റേഡിയത്തിലേക്ക് ഏറ്റവും വലിയ അപാകതകൾ ഒന്ന് ഇതാണെന്ന്. അതിലും വലിയൊരു സ്കാം അവിടെ നടന്നിട്ടുണ്ടെന്ന്. അതും അവർക്ക് പ്രശ്നം. നാളെ ഇനി ഫോണെ വിളിച്ച് പറയുമോ? ഈ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരുമോ? ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് 3,500 രൂപ ചോദിച്ചാൽ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേൾക്കേണ്ടി വരും. ഇതൊക്കെ എന്തിന്റെ നാട്ടുകാർ മൊത്തം ഫോൺ വിളിക്കുമ്പോൾ എന്നോട് ഇത് പറയണ്ട. ഞാൻ ഈ സ്കാമിൽ പെടത്തില്ല. എനിക്ക് കേൾക്കേണ്ടത് ഇങ്ങനത്തെ മണ്ടന്മാരുണ്ട്, അവരോട് മാത്രം വിളിച്ചു പറ നിങ്ങൾ പോയി അല്ലേ. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ലെന്ന് കൂടെ പറ. അതിനകത്ത് അതുകൂടെ പറ. 12,000 പേരുണ്ടല്ലോ ഡാൻസ് കളിക്കാൻ വേണ്ടി കാശ് അങ്ങോട്ട് കൊടുത്തത്. ഇതെല്ലാം നടന്നു കഴിഞ്ഞപ്പോ എന്നിട്ടും ഇവന്മാരെന്തുവാ ചെയ്തത്? പൈസ തിരിച്ചു മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? അതും ഇല്ല. വേറെ സംഭവം പറയാം. ഇപ്പൊ ഈ 4-5 കോടി രൂപ കൈ കിട്ടിയിട്ടുണ്ടല്ലോ, അതെടുത്ത് ഇമാർക്ക് ചില്ലറ കൊടുത്ത് ഇവരിത് 2 കോടി മുടക്കിയാൽ ഈ കേസ് ഒതുങ്ങും. 5 കോടി കൊടുത്തവന്മാര് 5 കോടി രൂപ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 കോടി ഇവിടെ കൊടുത്താൽ തെറ്റൊന്നുമില്ല. ബാക്കി ഈക്വലി ഷെയർ ചെയ്താൽ മതിയല്ലോ. പ്രശ്നം തീർന്നു. എല്ലാം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ തട്ടിപ്പുകാർ വരുമ്പോ അവർക്കറിയാലോ എവിടെയൊക്കെ കൊടുത്താൽ ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് എടുക്കാം. ഇവർക്കും അതൊക്കെ ആയിരിക്കും താല്പര്യം. കാരണം മറ്റേ മാന്യമായിട്ട് ജോലി ചെയ്താൽ എന്താണല്ലോ ഈ പൈസ കിട്ടത്തില്ല. മാന്യമായിട്ട് ജോലി ചെയ്താൽ പൈസ എല്ലാവരും അധികം കിട്ടത്തില്ല. അത് ഏത് ജോലിയാണല്ലോ. അതിനിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ പോലും ഉള്ള കാര്യം പറഞ്ഞാൽ കിട്ടത്തില്ല. വല്ല തട്ടിപ്പോ കാര്യം പറഞ്ഞാൽ നടക്കത്തില്ല. അങ്ങനെ പോയാൽ കൂടുതൽ പൈസ കിട്ടുന്ന ഒരു നാടാണ്. നാട് അങ്ങനെയാ, നാട്ടുകാരും അങ്ങനെയാണ്. അപ്പോൾ നാട്ടുകാർ ഈ 12,000 പേർക്ക് തട്ടിപ്പ് പറ്റുമ്പോഴും അവർ ചിലപ്പോൾ വേണം നമ്മളെ ചീത്ത വിളിച്ചവരായിരിക്കും. ഇതുവരെ എന്നെ ചീത്ത വിളിച്ച് കാണും. അതുപോലെ എന്നെ അവനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞവർ ഈ 12,000-ലുണ്ട്. അവര് ആ 3,500 കൊണ്ട് കൊടുത്ത്
പറ്റിക്കപ്പെട്ടവര്. ഈ തെറി പറഞ്ഞവന്മാരുടെ പെണ്ണുമ്പിള്ളമാരൊക്കെ ആയിരിക്കും ഉറപ്പിച്ചു. അത് നിങ്ങൾ മൊത്തം ആൾക്കാരും അതായിരിക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സമാധാനം ഉണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഈ പറഞ്ഞ പല പോലീസുകാരുടെ ഭാര്യമാരും അവരുടെ മക്കളും ഈ ഡാൻസ് കളിക്കാൻ പോയിട്ടുണ്ട്. ഉമാ തോമസ് പോയിട്ടുണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ. ഇതുപോലെ നാണക്കേട് ഇവിടെ ഒന്നും നിൽക്കുന്നില്ലടോ, മൊത്തത്തിൽ നാണക്കേടാ. താനും ആലോചിക്കേ, പോലീസുകാർ അത്രയും പ്രൊട്ടക്ഷൻ കൊടുത്തില്ലേ അവർക്ക് ആ സമയത്ത്? ഓട്ടെ, ഈ സ്റ്റേജിന്റെ മണ്ടയ്ക്ക് കയറിയപ്പോഴും ഈ ഉമാ തോമസ് പോലീസിന്റെ മുന്നിൽ നിന്നല്ലേ വീഴുന്നേ അല്ലേ? ഈ ബാരിക്കേഷൻ റിബൺ ആണ് മാഡം, അങ്ങോട്ട് നടക്കരുതെന്ന് പറയാൻ പോലും ഒരു പൊട്ടൻ അവിടെ ഇല്ല. പോട്ടെ, ഈ 3500 വെച്ച് പൈസ മേടിച്ചിട്ട് ഈ പരിപാടി ഇവിടെ വലിയ സംഭവം നടത്തുന്നു, ഇത് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ പോലീസുകാരുടെ സംശയമില്ല. അല്ലെന്ന്, അതല്ല പ്രശ്നം. അതും ഓക്കെ, ഈ പറയുന്ന GCDA പറഞ്ഞിട്ടുള്ള പരിമിതികൾ പാലിക്കാതെ, നിബന്ധനകൾ പാലിക്കാതെ ഇവർ തോന്നിയ പോലെ അവിടെ വേറെ പരിപാടി നടത്തി. അവിടെ സീറ്റിങ്ങിനുള്ള പരിപാടി ഒന്നും പെർമിഷൻ ഒന്നും എടുത്തിട്ടില്ലെന്നാ തോന്നുന്നത്. അപ്പൊ അതെടുക്കുന്നു, അതങ്ങനെ അത് ചെയ്യുന്നു. അത് GCDA ഒന്നും പറയാനില്ല, അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത്. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ സാധനം കൊടുത്തിട്ട് അവിടെ 24 മണിക്കൂർ നോക്കി നിൽക്കാൻ പറ്റുന്ന സംവിധാനം ചിലപ്പോൾ അവർക്ക് ഇല്ലായിരിക്കും. അവിടെ വീഴ്ചയുണ്ട്, അവിടെ ഇടപെടേണ്ടതുണ്ട്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനകത്ത് ഇടപെടേണ്ട ചിലപ്പോൾ കാശ് കിട്ടി കാണും, അതുകൊണ്ടായിരിക്കും. അപ്പൊ ആ സ്ഥലത്ത് കോടികൾ വന്നല്ലോ, ഇച്ചിരി ചില്ലറ അങ്ങോട്ട് ഇട്ടോ കഴിഞ്ഞപ്പോ അവിടെ സീറ്റിംഗ് ഒക്കെ സെറ്റായി. പൈസ കിട്ടിയപ്പോഴേ ക്രിസ്മസ് ഒക്കെ അല്ലടോ, വല്ല ലുലുമോളി ഷോപ്പിങ്ങിന് പോയി കാണാം, കേക്കൊക്കെ മേടിച്ച് പൊളിച്ച് കാണും. ഹാപ്പി ബർത്ത്ഡേ, മേരി ക്രിസ്മസ് ടു യു. ആണത് സംഭവിച്ചത്. പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ സ്റ്റേഡിയത്തിൽ പോകുന്നത്, എന്തിനാ സ്റ്റേഡിയത്തിൽ പോകുന്നത്? ലുലുമോളി പോയി കാണും. അതെ, അപ്പൊ സംഭവിച്ചത് അതാണ്. അപ്പൊ ഇതിന്റെ ഇടയില് ഇവർ ഈ പറയുന്ന ഇത് അന്വേഷിക്കാൻ നിൽക്കുന്നില്ല GCDA. പോട്ടെ, വേറെ പ്രശ്നമുണ്ട്. ഇനിയിപ്പോ ഇത്രയും പൈസയൊക്കെ വാങ്ങിച്ച ഒരു സീറ്റിങ്ങും പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇത് സംഘടിപ്പിച്ച ആളുകൾക്ക് ഇല്ലേ? ഇല്ല. മനുഷ്യരുടെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം, അവിടെ ഒരു സുരക്ഷ, ഇത് എങ്ങനെ പറ്റിക്കാൻ വന്നവൻ ഇങ്ങനെ ചെയ്യൂ? അത് ശരിയാ, അവര് കുറ്റം പറയാൻ പറ്റത്തില്ല. പറ്റിക്കാൻ വന്നവൻ അതേ ചെയ്യത്തുള്ളൂ. അവൻ അവിടെ ബാത്റൂം ഫെസിലിറ്റി കൊടുക്കത്തില്ല, ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കത്തില്ല, വെള്ളം കൊടുക്കത്തില്ല, കുടിക്കാൻ വെള്ളം ഇല്ലെന്നൊക്കെ പിള്ളേർ പറയുന്നത് കേട്ടു. കാശ് നല്ലപോലെ മേടിച്ചുകൊണ്ട് പോകും. പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചാൽ എവിടെ നിന്നല്ലേ ആളും വേണ്ടി ചത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ താൻ ആലോചിക്കണം. ഈ സ്ഥാനത്ത് സാധാരണക്കാർ വല്ലതും കൂടിയെടുത്താൽ വീണിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമല്ല, അത്രയും ഉണ്ടാകത്തില്ല. ഈ കയ്യും കാലം കൊടിഞ്ഞ് എവിടെയൊക്കെ മാറ്റി നൈസായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അതിനകത്ത് 1 കോടി മുടക്കിയാൽ മതി. ഇപ്പൊ ഉമ വീണിട്ട് പ്രശ്നമാകുമ്പോഴാണല്ലോ 3 കോടിയോളം ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ഇവർക്ക് ലാഭം കുറഞ്ഞു പോകുന്നു ഈ തട്ടിപ്പുകാർക്ക്. മറ്റേ സാധാരണക്കാർ പിള്ളേർ വല്ല വീഴുന്നെങ്കിലും വീണു, കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, അവർക്കും കുറച്ച് ചില്ലറ കൊടുത്ത് അവര് ഹാപ്പിയാ. വേണേ ഫിറോസ് കുന്നംപറമ്പിൽ വന്ന് അവർക്ക് ചാരിറ്റിയും ചെയ്യും. കാരണം ഫിറോസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ പഴയ, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിപാടി അവതരിപ്പിക്കാനായിട്ട് എന്താണെങ്കിലും ഇവർ പെർമിഷൻ എടുക്കുന്നുണ്ട് പലയിടത്തു നിന്ന്. പോലീസിന്റെ പെർമിഷൻ എടുത്ത് കാണും, അവിടെ ഈ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കണം. എന്നിട്ട് അവിടെ നടക്കുന്നുണ്ടോ എന്ന് പോലീസുകാർ 2 പേര് പോയി നോക്കണം. ഇത്രയും വലിയ ഇവന്റ് നടന്നത്, വേൾഡ് റെക്കോർഡ് നടക്കുന്നു, 12,000 പിള്ളേർ വരുന്നു, അതിനകത്ത് സേഫ്റ്റി ഇല്ലാന്ന്. MLA വന്നപ്പോ MLA വീണു. MLA വന്നേക്കുക, MLAക്ക് അറിയത്തില്ല ഇവിടെ എന്തോ വേണമെന്ന്. MLAക്ക് അറിയത്തില്ലെന്ന് റിബണാണോ ബാരിക്കേഷനാണോ MLA ആക്കാൻ പറ്റിയ ആള്. ഇതാ പറയുന്നത്, MLA ഒക്കെ ആകുന്നവർക്ക് കൂടെ ബോധമില്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലത്തെ സ്ഥലത്ത് പോയി വീണെന്നിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടോ? എടോ, അവിടെ ചെല്ലുമ്പോൾ അവർക്കിത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ അവർ കൊണ്ടുപോയ കൂട്ടത്തിലുള്ള ഒറ്റൊരു പൊട്ടനും മനസ്സിലാവുന്നില്ല. ഇവരൊറ്റയ്ക്കൊന്നും അല്ലല്ലോ പോയത്. അവരുടെ സ്റ്റേജിൽ എത്ര പേരുണ്ടായി കാണും? ആരും ഒന്നും പറഞ്ഞു കൊടുത്തില്ല. സ്റ്റാഫില്ല, പോലീസും ഉണ്ടെന്ന്. പോലീസ് പ്രൊട്ടക്ഷൻ കാണും. പിന്നെ ഇല്ല, അവിടെ പോലീസുകാരില്ല. ഇത്രയും പേര് പരിപാടി നടക്കുമോ? ഇവിടെ ഇങ്ങനെ നോക്കി നിന്നു കുറെ പോലീസുകാർ. അവർ വന്നപ്പോൾ ഉമാ തോമസ് പ്രസംഗിക്കുന്നു. ദീപ്യ ഉണ്ണിയെ കണ്ടപ്പോൾ സെൽഫി എടുക്കാനും കൂടെ പോയി കാണും കുറേ എണ്ണം. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ വായ മടിച്ച് നിന്നിട്ട് ഇവിടെ നിന്ന് ഒരാൾ വീണപ്പോഴാണ് അറിയുന്നത്. അപ്പോഴാണ് അവരറിഞ്ഞത്. അതുവരെ അവർക്കൊന്നും അറിയത്തില്ല. അന്ന് സ്കാമാന്നറിയത്തില്ല, അവിടെ ഈ സ്റ്റേജ് കെട്ടാൻ പാടില്ലാത്തതെന്നറിയത്തില്ല, അതിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ വീഴാൻ സാധ്യതയുണ്ടെന്ന് അവർക്കറിയത്തില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ അവർ അറിഞ്ഞു. പിന്നെ ഇങ്ങോട്ട് വരിക, എവിടാ വീണതെന്ന് ഫോട്ടോ എടുക്കുന്നു, ഫോറൻസിക്കുകാർ വരുന്നു, അവർ മറ്റേതെടുക്കുന്നു, തുപ്പലെടുക്കുന്നു, തീട്ടമെടുക്കുന്നു. അവിടെ നിന്നവരോടൊക്കെ വേണോ കുറച്ച് ചീത്തയും വിളിക്കുന്നു. ഓർഡറോ അന്ന് ആ പ്രദേശത്ത് ആരും ചായ പിടിക്കാൻ വന്ന അവൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നു. കിടിലം പരിപാടി കേട്ടോ, സൂപ്പറായിട്ടുണ്ട് എല്ലാവരും. ഇത്രയും മണ്ടത്തരം ചെയ്തിട്ട് ഇവിടെ പാവപ്പെട്ടവൻ്റെ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റ് ഇനി പിടിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ? എന്താണല്ലോ ഒന്നിനും കൊള്ളത്തില്ലെന്നേ. ഇത്രയും പ്രശ്നങ്ങൾ ഇനിയും ഉണ്ട് ഇവിടെ.
ഇനിയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നടക്കുന്നിടത്തും നിൽക്കുന്നിടത്തും വണ്ടിയും വള്ളവും എല്ലായിടത്തും പ്രശ്നം. ഇതിനകത്തൊന്നും ഇടപെടാനോ കണ്ടാൽ മനസ്സിലാകാത്തവർ എങ്ങനെയാടാ ഇത് മാത്രം കാണുന്നത്? ഇവർക്ക് ഇത് മാത്രമേ അറിയത്തുള്ളായിരിക്കുമോ? എങ്ങനെ ഈ ഉടായ്പ മാത്രം അറിയാവുന്നത്? ആകെ അറിയാവുന്ന പണി കുറച്ച് ലൊടുക്ക് പൊട്ടത്തരങ്ങൾ. ഇത് കാണിക്കാൻ ഒരു മടിയില്ല, ഉളുപ്പും ഇല്ലാതെ കുറേ പേര് ഇറങ്ങിയാൽ എന്ത് ചെയ്യും? എടോ ഒരു കേസല്ലടോ, ഇതുപോലത്തെ തട്ടിപ്പ് കള്ളക്കേസുകളും ഇഷ്ടം പോലെ, മനസ്സിലായല്ലേ? ഏതെങ്കിലും ഒരുത്തിൻ്റെ എന്തെങ്കിലും നക്കാപ്പിച്ച് മേടിച്ച് കഴിഞ്ഞാൽ മറ്റവനെതിരെ എന്തെങ്കിലും കള്ളക്കേസ് കൊടുത്തിട്ടാണല്ലോ ഒരു ആത്മാർത്ഥത ഇല്ല, മനുഷ്യരോട് പോലും ഒരു ഇതില്ല, ഒരു എന്താ പറയണ്ടേ, നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ വേണ്ടേ? ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടേ? ഇത് മനഃപൂർവ്വം തെറ്റിച്ചിട്ട് ആ ബുദ്ധിമുട്ട് പോലും ഇല്ലാത്തവെന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യനായിരിക്കും അത് ചെയ്യുന്നവരാ ഇവര്. അതിനിടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇവിടെ. ഇനിയും പോകും പൈസ നിങ്ങളുടെ. നിങ്ങളിനി ആർക്കെങ്കിലും കാശ് കൊടുക്കുന്നതിന് മുമ്പ് ആരോട് ചോദിക്കോടോ? ഇവന്മാരുടെ ചോദിച്ചു കൊടുത്തു എല്ലാം കഴിഞ്ഞ് പോയോ? എവിടെ പോയത്? ഇവിടെ പൈസ തിരിച്ചു മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അവർക്ക്? ഇത്രയും കള്ളത്തിലുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇതൊരു തട്ടിപ്പാന്നുള്ളത് കണ്ടാൽ ആർക്കും മനസ്സിലാവും അല്ലേ? ഇത്രയും പൈസ ഈ കൊച്ചുകടയിൽ മേടിക്കുന്ന എന്തിനാ? അവർക്ക് റെക്കോർഡ് ഉണ്ടാക്കാൻ. അവർക്ക് റെക്കോർഡ് ഉണ്ടാകാൻ വേണ്ടി ഇവളെന്തിനാ ഈ നാട്ടുകാരെ മൊത്തം പിടിച്ചു വരുത്തിട്ട് പിരിക്കുന്ന എന്തിനാ? അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പൈസ കൊടുക്കട്ടെ. അവർ 10 തേങ്ങ പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ കൈ കൊണ്ട് അടിച്ച് പൊട്ടിക്കുന്നതിന് എന്താ? അവർ തേങ്ങ മേടിക്കണം. അല്ല നാട്ടുകാർ തേങ്ങ ഇട്ടുകൊണ്ട് വന്ന് കൊടുത്തിട്ട് ഇവനെ കൊണ്ട് പൊട്ടിച്ചിട്ട് റെക്കോർഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് തിരിച്ചു മേടിച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? ഓ ഒരു കാര്യമില്ല, നാണം കെട്ടവന്മാരാണ്.